തെറ്റില്ലാത്ത ഇൽമു വേണം എല്ലാ വിഷയത്തിലും. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ലഭിക്കും. മറ്റൊരാൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുകടി ഇല്ലാതിരിക്കണമെങ്കിൽ, കുറുമ്പും കുശുമ്പും ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കൊരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാലും അത് വരും. ഇൽമാണ് വേണ്ടത്. ഒരാൾക്ക് ഒരുപാട് അല്ലാഹു തആല ദുനിയാവ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത്രയില്ലെങ്കിലും അതിനോട് സമാനമായി വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഒരു നാട്ടിലാണ്. എന്നാൽ ഇപ്പുറത്തുള്ള ആള് അപ്പുറത്തുള്ള ആളോട് കുശുമ്പും കുറുമ്പും വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇൽമ് ഉണ്ടായാൽ അത് വരില്ല. ഇൽമു കുറവാകുമ്പോൾ അത് വരും. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനോട് അന്നത്തെ കാലത്തെ ഒരു പണ്ഡിതന് വലിയ ഹസദ് വന്നു. ആ പണ്ഡിതന്റെ ഇൽമിന്റെ കുറവുകൊണ്ടാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ആ പണ്ഡിതനോട് ഒരു എതിർപ്പില്ല. പലരും പോയിട്ട് പറഞ്ഞു മഹാനവറുകളോട്, നിങ്ങളെപ്പറ്റി അവിടെ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സാരല്ല, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. അങ്ങനെ പറയണമെങ്കിൽ ഉസ്താദേ നമ്മക്കും കഴിയുമല്ലോ. നമുക്ക് കഴിയൂല. കഴിയണമെങ്കിൽ മനസ്സ് ക്ലിയർ ആകുന്ന രൂപത്തിലുള്ള ഇൽമു വേണം. എത്ര ചീത്ത പറഞ്ഞാലും കേൾക്കും, എത്ര ചീത്ത പറഞ്ഞാലും കേൾക്കും. പക്ഷെ വാപ്പാനെ പറഞ്ഞാൽ തിരിച്ചു പറയുന്ന ചിലര്. അപ്പൊ അത്രേ സഹിക്കാനുള്ളൂ അർത്ഥം. അതിലപ്പുറം സഹിക്കാൻ കഴിയില്ല. എത്ര ചീത്ത പറഞ്ഞാലും നമ്മൾ കേട്ടു ഉസ്താദേ, പക്ഷെ ഉമ്മാനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കൂല എന്ന് പറയും. അതിലപ്പുറം ചീത്ത പറഞ്ഞ ആൾക്കാർ സഹിച്ചിട്ടില്ലേ? വലിയ വലിയ ആലിമീങ്ങൾ സഹിച്ചിട്ടില്ലേ? എങ്ങനെ സഹിച്ചു? ആ സഹിക്കാൻ അവർക്കുള്ള പിമ്പലം അല്ലാഹു നൽകിയ ഇൽമാണ്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് ഒരു പണ്ഡിതൻ, ഇബ്രാഹിമുൽ ബിസ്തി എന്ന് പറയുന്ന പണ്ഡിതൻ കത്ത് എഴുതിയത് മുഴുവനും തെറിയാണ് ആ കത്തിലുള്ളത്. ആ കത്തിൽ എന്താ വിളിക്കുന്നത്? യാ ദജ്ജാൽ, ഒരു വിളിയാണ്. വേറൊന്ന് യാ മുബ്തദിഉ. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത്. ഈ കത്ത് വായിക്കുന്ന ശിഷ്യൻ ഇങ്ങനെ കൈ വിറക്കുന്നു പേടിച്ചിട്ട്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുഖത്തിന് മാറ്റമൊന്നുമില്ലാതെ അങ്ങനെ കേൾക്കുന്നു. നമ്മളെ മുഖം മാറും, ഭാഷ മാറും, ശൈലി മാറും, പ്രതികരണം മാറും. വെച്ചേക്കാൻ പാടില്ല അവനെ എന്ന് പറയും നമ്മള്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വായിക്കുമോനൊക്കെ വായിക്കും. പറഞ്ഞു പറഞ്ഞ് 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 അവസാനം ഹത്താ ദക്കറൽ കൽബ ബിനൽ കൽബ്, ആ നായെ ആ കത്തില് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മാത്രല്ല പറഞ്ഞത്, വാപ്പാനും പറഞ്ഞു. നായിന്റെ മോൻ നായ എന്ന് പറഞ്ഞ വാപ്പിയും പെട്ടില്ലേ? വാപ്പയടക്കല്ലേ? ഒരാളെ നായെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മാത്രമേ ഉള്ളൂ. നായന്റെ മോനെന്ന് വിളിച്ചാലോ വാപ്പയും പെട്ട്. വാപ്പയടക്കം ചീത്ത പറഞ്ഞു. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. ഒരു കടലാസ് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ആ കടലാസിൽ മഹാനവറുകൾ തിരിച്ചു എഴുതുന്ന മറുപടി, ഇലാ ഹളറത്തി ഷെയ്ഖ് ഇബ്രാഹിമിൽ ബിസ്തി മിൻ ഹാദല്ലാശി ഉഹൈമിദ്. ഒന്നുമല്ലാത്ത കുഞ്ഞഹ്മദിൽ നിന്നൊരു കത്ത് മഹാഗുരുവായ ഇബ്രാഹിമുൽ ബിസ്തിയിലേക്ക് ഒരു കത്ത് എഴുതുകയാണ്. ബിസ്മിയും ഹംദും സ്വലാത്തും ഒക്കെ കത്ത് എഴുതിയിട്ട് പറഞ്ഞു, അമ്മാ ബഅദ്, നിങ്ങൾ എനിക്ക് എഴുതിയ വരികളുണ്ടല്ലോ, നിങ്ങളാ പറഞ്ഞതുപോലെയാണ് ഞാൻ. അള്ളാഹു എന്നെ അങ്ങനെയല്ലേ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാനൊന്ന് നന്നാകാൻ വേണ്ടി ദ്വാർക്കണം. നിങ്ങൾക്ക് ഞാൻ എല്ലാ മാപ്പും തന്നിട്ടുണ്ട്. ഈ കത്ത് കിട്ടിയ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയി ആ മഹാൻ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. പിന്നെ ആ മഹാൻ ആരും കണ്ടിട്ടില്ല. തൗബയുടെ വാതിൽ എന്ന നിലക്ക് ഇറങ്ങി അങ്ങ് പുറത്തുപോയി. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ക്ഷോഭിച്ചില്ല, ദേഷ്യം പിടിച്ചില്ല. അയാളെ ആലിമല്ല എന്ന് പറഞ്ഞില്ല, അയാളെ ഇൽമു ശരിയായിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല. എത്ര സഹനത്തോടെയാണ്, അവധാനതയോടെയാണ് ആ എഴുത്തുകൾ കേട്ടത്. സഹിക്കാനുള്ള വലിയ മനസ്സെങ്ങനെ വന്നു? ഇൽമു കൊണ്ടാണ് വന്നത്. ഇൽമു കൊണ്ടാണ് എല്ലാവിധ ഉയർച്ചയും അല്ലാഹു നൽകിയവർക്ക് മുഴുവനും നൽകിയത്. വിശുദ്ധ ഖുർആനിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങളല്ലേ അല്ലാഹു പഠിപ്പിക്കുന്നത്.
എല്ലാ അമ്പിയാക്കളെയും അല്ലാഹു തആല പറയുമ്പോൾ വകുല്ലൻ ആതൈനാഹു ഹുക്മൻ വഇൽമാ, എല്ലാ അമ്പിയാക്കൾക്കും നമ്മൾ നൽകിയത് ഹുക്മൻ വഇൽമാ, അറിവ് നമ്മൾ നൽകി. ഓരോ സമയത്തും മറുപടി പറയാനുള്ള ഹിക്മത്തും നൽകി. ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് മറുപടി പറയാനുള്ള കഴിവും നൽകി. ഏറ്റവും വലിയ കഴിവാണ്. അമ്പിയാക്കളല്ലേ ലോകത്തെ ഏറ്റവും വലിയ മഹത്വമുള്ള മഹാന്മാർ. അവർക്ക് എന്താണ് അല്ലാഹു കൊടുത്തത്? ഹുക്മൻ വഇൽമാ, അറിവാണ് അല്ലാഹു നൽകിയത്. ഓരോ വിഷയത്തിനും മതിയായ രീതിയിൽ മറുപടി പറയാനുള്ളത്, അതിനാണ് ഹുക്മ് എന്ന് പറഞ്ഞത്. ജനങ്ങൾക്ക് തൃപ്തിയും മനസ്സിന് ആശ്വാസകരമാകുന്ന രീതിയിൽ നല്ല മറുപടി അവർ പറഞ്ഞു തരും. എത്ര സങ്കീർണമായ പ്രശ്നങ്ങളിലാണെങ്കിലും നല്ല മറുപടിയായിരിക്കും. എല്ലാ കാലത്തേക്കും ചിന്തിക്കാനും പഠിക്കാനും പറ്റുന്ന മറുപടി. അതിനു മാത്രമുള്ള ഇൽമാണ് അവർക്ക് അല്ലാഹു നൽകിയത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കൾക്ക് അല്ലാഹു അങ്ങനെ നൽകിയെങ്കിൽ പിൽക്കാലത്തുള്ള ആളുകൾക്കൊക്കെ മഹത്വം കിട്ടുന്നത് ഇൽമു കൊണ്ടാണ്. അല്ലാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഇൽമു അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മൾ അറിവ് കുറഞ്ഞവരാണ്. നല്ലോണം നമ്മൾ അധ്വാനിച്ച് ശേഖരിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഇൽമാണ്. ഇൽമിന്റെ കുറവ് കൊണ്ട് നമ്മുടെ നിസ്കാരവും നമ്മുടെ വുളൂഉം നമ്മുടെ കുളിയും നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല, ഒരു വിഷയം മുന്നിലുള്ളത് കൊണ്ട് ആമുഖമായ ഒരൊറ്റ കാര്യം പറഞ്ഞതാണ്, ഇൽമിൽ കുറവുണ്ടാകരുത്. ഇനി വരുന്നൊരു സമൂഹത്തെ കുറിച്ച് നമുക്ക് പേടിയാണ്. ഇപ്പൊ മദ്രസകളിലും സ്കൂളുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പറ്റി പേടിയാണ്. എന്തേ ഉസ്താദെ അങ്ങനെ പറഞ്ഞത്? നല്ലോണം പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദ് 2ാം പ്രാവശ്യമോ 3ാം പ്രാവശ്യമോ ആവർത്തിച്ച് വായിക്കാൻ പറഞ്ഞാൽ ഉസ്താദ് എന്നെ ദേഷ്യപ്പിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ എന്നെ കുറവാക്കി. ഉസ്താദിന് കേസ്. പിന്നെ ഉസ്താദ് പഠിപ്പിക്കുക. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്യും? എല്ലാരും കേട്ടോളേ, ഒറ്റ വായന. എല്ലാരും എഴുതിക്കോളേ, എല്ലാരും പോയിക്കോളേ, വേണ്ടവര് പഠിച്ചോളേ. പിന്നെ എങ്ങനെ ഇൽമുണ്ടാകുക? ഒരായത്ത് ഒരു കുട്ടിയോട് 3 പ്രാവശ്യം ഓതാൻ പറഞ്ഞാൽ ആ കുട്ടി പറയും, മറ്റു കുട്ടികൾക്കിടയിൽ എന്നെ ഉസ്താദ് കുറവാക്കിയതുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. വകുപ്പ് ഏതാണെന്ന് അന്വേഷിക്കും. ഇനി എവിടെ ഇൽമുണ്ടാകുക? അല്പജ്ഞാനികളായ രക്ഷിതാക്കൾ അതിന് കൂട്ടുനിന്ന് കൊടുക്കും. ഇല്ലാന്ന് പറയാൻ പറ്റൂല, അതിൽ കൂട്ടുനിന്ന് കൊടുക്കും. എന്നെ ഉസ്താദ് കുട്ടികൾക്കിടയിൽ ചീത്ത വിളിച്ച് ഞാൻ ആകെ മോശമായി പോയി എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങോട്ട് വരും. കാര്യം എന്താന്ന് അന്വേഷിക്കാതെ. എന്നിട്ട് വന്നിട്ട് എല്ലാ ചീത്ത വിളിയും എല്ലാം അങ്ങനാക്കും ഇങ്ങനാക്കും, നിങ്ങളെ മറ്റേതാക്കും മറിച്ചതാക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാര്യം അന്വേഷിക്കും. പറയും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്ന ഉസ്താദിനോട്? നിങ്ങളെ മോൻ പഠിക്കാത്തത് കൊണ്ട് ഉസ്താദ് 2ാം വട്ടവും 3ാം വട്ടവും ഓതി കൊടുത്തപ്പോ ആ കുട്ടി ദേഷ്യം പിടിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അല്ലല്ലോ, ഞാൻ ആലോചിച്ചില്ലല്ലോ. എത്ര പറഞ്ഞു കുട്ടി? എത്ര ചീത്തയാ പറഞ്ഞ്, എത്ര വകുപ്പാ പറഞ്ഞ്. അപ്പൊ നമ്മൾ ഇൽമിനെ കെടുത്തിക്കളയാൻ പാടില്ല. നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരണം. കൂടുതൽ മക്കളെ ഓത്തു കേൾക്കാനും പാഠ്യവിഷയങ്ങൾ നോക്കാനും രക്ഷിതാക്കൾ ആണും പെണ്ണും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പഴയകാലത്തെ പോലെ അരമണിക്കൂർ പോരാ. ഇശാ മഗ്രിബിന്റെ ഇടയിലും അതിന് ശേഷമുള്ള സമയം ജമാഅത്ത് കഴിഞ്ഞ് കിട്ടുന്ന മിക്ക സമയങ്ങളും കുട്ടികളെ ഓത്തും എഴുത്തും വായനയും ശ്രദ്ധിക്കാൻ വേണ്ടി ബാപ്പമാരും ഉമ്മമാരും അക്ഷീണം യത്നിച്ചതിന് വേണ്ടി തപസ്സിരിക്കണം. എന്നാലേ കുറച്ചെങ്കിലും ഓതാൻ കിട്ടുള്ളൂ. എന്നാലേ കുറച്ചെങ്കിലും കാര്യങ്ങൾ അവർ പഠിച്ച് അവരെ ഹൃദയത്തിലേക്ക് എത്തുള്ളൂ. കാരണം പരിധി വന്നുപോയി, പരിമിതി വന്നുപോയി. ആ പരിധിക്കും പരിമിതിക്കും നമ്മൾ സപ്പോർട്ടും ചെയ്തു കൊടുത്തുപോയി. അങ്ങനെയാകുമ്പോ വിശദമായി പഠിപ്പിക്കാൻ നല്ല കഴിവും യുക്തിയും ശേഷിയും ഒക്കെ ഉള്ള പണ്ഡിതന്മാർ അതൊരു ചുരുക്കാണ്. ഒരു വായന മാത്രം, ആ വായനയിൽ ഒരു അരമണിക്കൂർ കേൾവി മാത്രം. മനസ്സിലെ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, മനസ്സിലും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ചോദ്യോത്തരം പഠിച്ചതുകൊണ്ട് മാത്രം ഇൽമാകൂല. പരീക്ഷകൾ മാർക്കിട്ടാനേ ഉള്ളൂ. ശരിയായ വിഷയങ്ങൾ ഗ്രഹിച്ചു പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. അതിന് നല്ല പ്രചോദനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം.
അള്ളാഹു നമ്മുടെ മക്കളെയും എല്ലാവരെയും നല്ല ഇൽമുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൽമ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. എവിടുന്നോ ഒരാൾക്ക് ഇങ്ങനെ ഒരു കറാമത്ത് ഇങ്ങനെ വന്ന് വീണ് കിട്ടി, ബഹുമാനങ്ങളോ കിട്ടി, അങ്ങനെ അങ്ങോട്ട് ഇവിടെ ഈ കിടക്കുന്ന മഹാന്മാരെല്ലാരും അറിഞ്ഞു, അങ്ങനല്ല. അവരെ ഇൽമിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത്. ഇൽമനുസരിച്ച് അമല് ചെയ്തപ്പോൾ അവരെ ഇൽമ അല്ലാഹു കബൂലാക്കി. ആ ഇൽമ കബൂലാക്കി സ്വീകരിച്ചു എന്നതിന്റെ അടയാളങ്ങളായി ഒരുപാട് ബഹുമാനങ്ങൾ അല്ലാഹു തആല നൽകി. ആ ബഹുമാനങ്ങളാണ് നമ്മുടെ മുന്നിൽ കറാമത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമതികൾ. ഒരു ഒരാൾ, ഒരു കൂട്ടം ജനങ്ങൾ, ഒരു നാട്ടിലുള്ള ആളുകൾ മറുനാട്ടിലുള്ള ആളുകൾ വർഷങ്ങളോളം ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്, ആണ്ട് കഴിക്കുന്നുണ്ട് എന്നത് വലിയൊരു ബഹുമാനം തന്നെയാണ്. ചെറിയ ബഹുമാനമൊന്നുമല്ല. അവരെ കാണണമെന്നില്ല, അവരെ ബഹുമതികൾ നാട്ടിൽ നിലനിൽക്കും. അതുകൊണ്ട് ഇൽമിന് വലിയ സ്ഥാനം കൊടുക്കണം. അള്ളാഹു നമുക്ക് ഇൽമു ഏറ്റി തെരുമാറാകട്ടെ. എല്ലാ രംഗങ്ങളിലും ഇൽമു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു പേടിയാണ്. അതുകൊണ്ട് ഇൽമിന് വലിയ സ്ഥാനം കൊടുത്ത് ദീനിയായ ഉലൂമുകൾ, ദുന്യവിയായ ഉലൂമുകൾ, എല്ലാ അറിവുകളും സ്വായത്തമാക്കുന്നതിന് നല്ല പ്രോത്സാഹനം കൊടുക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലും ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് ഇൽമാണ്. എങ്ങനെ കുടുംബജീവിതം നയിക്കണം? കുടുംബജീവിതം സ്നേഹപൂർണമായിരിക്കണം, നല്ല സഹകരണത്തോടെ ആയിരിക്കണം, നല്ല സമാധാനത്തോടെ ആയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരിൽ നിന്നും പകർത്താൻ നമ്മുടെ പിൻതലമുറക്ക് പറ്റിയ മാർഗങ്ങൾ വേണം. നമ്മളൊക്കെ അള്ളാഹുവിനോട് ഒരു സ്ഥാനം ചോദിച്ചു വാങ്ങുന്നവരാണ് നമ്മളെല്ലാരും. കുടുംബനാഥരായ ആണും പെണ്ണും അള്ളാഹുവിനോടൊരു സ്ഥാനം ചോദിച്ചു വാങ്ങുന്നുണ്ട്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അള്ളാഹുവേ, ഞങ്ങളെ പിന്തുടരുന്ന മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് ഞങ്ങളെ മാതൃകായോഗ്യരാക്കണം. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം. അന്ന് തൊട്ടു മുമ്പുള്ള ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഇണ എന്നാണ് ഖുർആൻ പറഞ്ഞത്, ഇണകളിൽ നിന്ന് ആണുവാക പെണ്ണുവാക രണ്ടു കൂട്ടരും ദ്വാർക്കുമല്ലോ. ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമയാർന്ന മക്കളെ തരണം. കാണാൻ ചൊർക്കുള്ളോല് എന്നല്ല അതിന്റെ അർത്ഥം. കൺകുളിർമയാർന്നത് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ വിശദീകരിച്ചു, ഖുർറത അയുനിൻ ഫിദ്ദീൻ, ദീനിൽ നല്ല കുളിർമയുള്ള സന്താനങ്ങൾ. ദീന് വിശ്വസിക്കുന്നിടത്തും ചെയ്യുന്നിടത്തും അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ഒരുപാട് എണ്ണമുണ്ട് എന്ന് പറയുന്നതിലല്ലോ കാര്യം. ഉള്ളത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ കഴിവുള്ളവരാണ്. ദീനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പക്വത നേടിയവരാണ്. അങ്ങനെ കൺകുളിർമയാർന്ന സന്താനങ്ങളെ തരണം. ചിലർ വിചാരിച്ചു കൺകുളിർമയാർന്നത് എന്ന് പറഞ്ഞാൽ ഉസ്താദെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള വഴികൾ അറിയുന്നവർ എന്നാണ്. അല്ല. കാരണം ജീവിതത്തിന്റെ വഴികൾ അറിയുന്നവരാണെങ്കിൽ അതിൽ മുസ്ലിങ്ങളോ മറ്റുള്ളവരോ വ്യത്യാസമില്ല. ജോലികൾ, ഉപജീവന മാർഗങ്ങൾ എല്ലാവർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്ന് മാത്രമാണ്, ദീനിൽ കൺകുളിർമയാർന്ന മക്കളെ തരണം, പേരക്കുട്ടികളെ തരണം. രണ്ടും ചോദിക്കുന്നുണ്ട്. മിൻ അസ്വാജിന വദുർരിയാതിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളെ സന്താനങ്ങളിൽ നിന്ന് നമുക്ക് വരുന്നവരാരാണ്? അത് പേരക്കുട്ടികളാണ്, പൗത്രന്മാരാണ് വരുന്നത്. നമ്മുടെ പരമ്പര തായോട്ടങ്ങനെ വളർന്നു പോകാനുള്ള ദുആയാണ്. അതിനോടൊപ്പം ചേർത്തി നമ്മൾ പറയുന്നു വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ കൺകുളിർമയാർന്ന രീതിയിൽ നീ തരുന്ന മക്കൾ, പേരക്കുട്ടികൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കി തരണം. അവർക്ക് ഞങ്ങളെ നീ നേതാക്കളാക്കി തരണം. ഞങ്ങളെ കണ്ട് പഠിക്കാൻ ഞങ്ങളെ മക്കൾക്ക് കഴിയണം. ബാപ്പയെ കണ്ട് പഠിക്കാൻ മക്കൾക്കുണ്ടാകണം, ഉമ്മയെ കണ്ട് പഠിക്കാൻ മക്കൾക്കുണ്ടാകണം. അവരിൽ നിന്നാണ് സ്നേഹം പഠിക്കേണ്ടത്, അവരിൽ നിന്നാണ് ബഹുമാനം പഠിക്കേണ്ടത്, അവരിൽ നിന്നാണ് ഇബാദത്ത് പഠിക്കേണ്ടത്, അവരിൽ നിന്നാണ് എല്ലാ സംഗതികളും പഠിക്കേണ്ടത്. പ്രധാനമായും പഠിക്കേണ്ടത് അദബാണ്. ബാപ്പ ഉമ്മമാരിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട അദബാണ്. ആ അദബിന് വലിയ സ്ഥാനം ബാപ്പയും ഉമ്മയും കാണിക്കണം. എപ്പോഴും ആ അദബോടുകൂടെ ജീവിക്കണം. ബഹുമാനം എന്ന് പറയുന്നത് ബാപ്പക്ക് ഉമ്മയോടും,
ഉമ്മക്ക് ബാപ്പയോടും രണ്ടു കൂട്ടരോടും വേണം. അഥവാ ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും. മക്കളെ മനസ്സിൽ ആ അദബ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു വാളിൽ നിന്നല്ല, അത് മാതാപിതാക്കളിൽ നിന്നാണ് അദബ് വരേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദബ് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ അദബുൽ മുഫ്രദ് എന്നാണ് ആ കിതാബിന്റെ പേര്. തുടക്കത്തിൽ മഹാനവറുകൾ പഠിപ്പിക്കുന്നത്, അദബിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത് അസ്വലാഹിയത്തു മിനല്ലാഹ്, മക്കളെ നന്നാക്കേണ്ടത് അല്ലാഹു തരുന്നൊരു ഔദാര്യമാണ്. നമ്മൾ ചോദിക്കണം, മക്കള് സ്വാലിഹീങ്ങളായി കിട്ടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബ് തആല നിശ്ചയിച്ച് നമുക്കത് തരും. പക്ഷേ വൽ അദബു മിനൽ ബാലിദൈൻ, അദബുണ്ടായി തീരേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കളിൽ നിന്ന് അദബുണ്ടായി തീരണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും അനുസരിക്കണ്ടേ? അത് വേണം. വൺ വേ ആയാലും നമ്മളെ കുടുംബജീവിതം ശരിയാവില്ല. അവിടെയാണ് പ്രശ്നം. വൺ വേ ആകരുത്. ഞാൻ പറയുന്നതൊക്കെ അവര് കേട്ടോളണം. ഞാനാ ചെലവിന് കൊടുക്കുന്നത്. ചെലവിന് കൊടുത്താൽ മാത്രം കുടുംബജീവിതം ഉണ്ടാവുമോ? പറയുന്നത് എന്തും കേട്ടോളണം. അവരിങ്ങോട്ട് പറയുന്നതോ അത് കേൾക്കാൻ പാടില്ല. രണ്ടും വേണം. രണ്ട് രീതിയിലും അനുസരണം വേണം. അപ്പോഴാണ് ബാപ്പയും ഉമ്മയും മുത്തഖിയാകുന്നത്. ചിലര് പറയും, പെണ്ണുങ്ങൾ പറയുന്നത്, ഭാര്യമാര് പറയുന്നത് ഒറ്റൊന്നും കേൾക്കാൻ പാടില്ല, കേട്ടാൽ നമ്മളെ ജീവിതം കട്ട പോകുകയാവുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള മഹാനല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. ശരിക്ക് കേട്ടു. എന്തിന്? ആ അനുസരണം സ്നേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. ഞാൻ പറയുന്ന ഒന്നും മൂപ്പര് കേൾക്കൂല എന്ന് പറയുന്നത് നമ്മളൊരു കുറവാണ്. ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പര് കേൾക്കൂല. മൂപ്പര് പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇങ്ങനൊരു ഭാഷയുണ്ടോ കുടുംബജീവിതത്തിൽ? സ്നേഹത്തിന്റെ തലത്തിൽ ഒരു കുറവാണത്. അങ്ങനെ ഒരു കുറവ് വരാൻ പാടില്ല. അനുസരണം രണ്ട് ഭാഗത്തുനിന്നും വേണം. ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്നൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സാറാ ബീവി റളിയല്ലാഹു അൻഹയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മക്കയിൽ പോയ സമയത്ത് എന്റെ ഒരു കുടുംബം ഇവിടെയുണ്ട്. ഏതാ കുടുംബം? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഹാജർ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ സന്താനമാണ്. ഞാൻ അവരെ ഒന്ന് കണ്ടു വരട്ടെയോ? സാറാ ബീവിയോടൊരു ചോദ്യം. ആരാ ചോദിക്കുന്ന? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളാണ് ചോദിക്കാൻ നിൽക്കോ? എന്തിന് ചോദിക്കണോ? എന്തിന് പേർക്കാരോട് പറയണോ? നമ്മളെ പോരുന്ന് നമ്മൾ ഇറങ്ങിപ്പോരുന്നു അല്ലേ? എന്തിനവരോട് പറയണോ? ആ പറയുന്നതിന്റെ പിന്നിലൊരു സ്നേഹമുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകാറുള്ളത്? എല്ലാരോടും പറയും. 9 വീടുകളിലും കയറും. എന്ത് യാത്ര? വിദേശത്തേക്കൊന്നുമല്ല, ദൂരത്തേക്കൊന്നുമല്ല പോകുന്നത്. നാളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പ്രതിരോധ സമരത്തിന് പോകാനുണ്ട്. അതിനാണ് നമ്മൾ അറബിയിൽ ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് കേൾക്കുമ്പോഴേക്കിന് തച്ച് ഉടച്ച് ഒന്നാ കത്തിച്ച് ഇനി നാട്ടിലൊന്നുമില്ല. അങ്ങനല്ല, അങ്ങനെ ജിഹാദ് ഇസ്ലാമിലില്ല. ഒരു പ്രതിരോധം. അല്ലെങ്കിൽ നാളെ ഒരു കുറച്ച് ദൂരത്തേക്ക് ഒരു കുടുംബം അവിടെ ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടേ യാത്ര ഇനി തിരിച്ചു വരുള്ളൂ. അങ്ങോട്ട് പോകാണ്ട്. ഞാനും കുറച്ച് സഹാബിമാരും പോകുന്നുണ്ട്. ഇത് പറയാൻ 9 വീട്ടിലും കയറും. അതിന്റെ പുറമെ ലാസ്റ്റ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും കയറും. എല്ലാവരോടും പറയും. ഈ പറയുന്നതിൽ ഒരു സന്തോഷം, ഒരു സ്നേഹമുണ്ട്. ചിലരൊന്നും മിണ്ടൂല. നഫ്സി നഫ്സി, പരലോകത്തമാരി നഫ്സി നഫ്സിയാണ് ഇവിടെ. അപ്പന ഒന്നും മിണ്ടൂല. നിങ്ങളെങ്ങോട്ടാ? പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല എന്ന് പറഞ്ഞു. അതേ മോഡലായിരിക്കും. എങ്ങോട്ടാ? എന്താ എങ്ങോട്ടൊന്നും പറഞ്ഞു? ഒന്നുമില്ല, പോവാ. അപ്പൊ പിന്നെ തിരിച്ചു വരുന്നവരെ വീട്ടുകാരുടെ മനസ്സിന് ബേജാറ്. എങ്ങോട്ടായിരിക്കും ഇവര് പോയത്? വേറെ എങ്ങോട്ടോ പോയോ? വേറെ എവിടെങ്കിലും എത്തിയോ? ഇനി വേറെ ആരെങ്കിലും കണ്ണിൽ പിടിച്ചോ? ഈ ദുരൂഹതകളും ഈ സംശയങ്ങളൊക്കെ വരാനുള്ള കാരണം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മറുപടി വന്നില്ല. അതുകൊണ്ടാ
നല്ല ഒരു മറുപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാവും. അൽഹംദുലില്ലാ അങ്ങോട്ട് പോയതല്ലേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫോണ് വിളിക്കും, അവിടെ എത്തിയോ, കണ്ടോ, ആളെ കണ്ടോ. അത് കേൾക്കുമ്പോ മനസ്സിലൊരു സന്തോഷം വേറെ ഉണ്ടല്ലോ. ഞാനിവിടെ എത്തിയൊന്ന് അന്വേഷിച്ചു ചോദിച്ചു, ഞാനിവിടെ എത്താറായി, നിങ്ങൾ എപ്പം മടങ്ങും? ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മടങ്ങും. ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു പറച്ചില് അത് കുറയാൻ പാടില്ല. അതിനാൽ നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നത് 9 വീട്ടിലും കയറും. സത്യത്തിൽ ഇപ്പൊ ഒരു മെസ്സേജ് ഒരു വീട്ടിൽ പറഞ്ഞാൽ പോരെ, അപ്പുറത്തൊക്കെ എത്തൂലേ? 9 ഭാര്യമാരെ വീട്ടിലും കയറണം, ഒരാളോട് പറഞ്ഞാൽ പോരെ, അപ്പുറത്തൊക്കെ എത്തൂലേ എങ്ങോട്ടാ പോയത് എന്നുള്ളത്. അങ്ങനെയല്ല, യാത്ര ചോദിക്കാൻ 9 വീട്ടിലും കയറും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അവസാനമായി പറയും, തിരിച്ച് മദീനയിൽ വന്നാൽ ആദ്യം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. ജനങ്ങളോട് സംസാരിക്കാനുള്ളത് സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോകും, അവരോട് സംസാരിക്കും. പിന്നെ 9 വീടുകളിലും കയറിയിറങ്ങും. ഒരു 9 മിനിറ്റ് അല്ലേ വേണ്ടി വരുന്നുള്ളൂ. 9 വീടുകളിലും കയറിയിറങ്ങും, ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കും. സഹോദരങ്ങളെ, അതൊരു സ്നേഹത്തിന്റെ തലമാണ്. അന്വേഷിക്കുക, പറയുക എന്നുള്ളത്. സാറാ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ ഒന്ന് കാണാൻ പോകണം. ആരാണത്? സ്വന്തം മകനാണ്, മരുമകളുമാണ്. അവരെ ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാം. സാറ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, പോയിക്കോളൂ, തകരാറൊന്നുമില്ല, പക്ഷേ വാഹനത്തുനിന്ന് തായിറങ്ങാൻ പാടില്ല. നമ്മളെന്താ പറയാ? അതെന്റെ ഇഷ്ടമൊന്നോ? നമ്മളെന്താ അവിടെ പറയാ? നമ്മളോട് പറയാ, നിങ്ങൾ അവിടെ എത്ര മണിക്കൂർ ചെലവഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. അതൊരു സ്നേഹമാണ്. ശരി, ഞാൻ ഇറങ്ങൂല, ഞാൻ അവരെ കണ്ടുവരാം. അങ്ങനെ പോയി അവിടെ എത്തി. വാഹനപ്പുറത്ത് മഹാനവറുകൾ ആ വീട്ടുമുറ്റത്തെത്തി. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഒരാള് വീടിന്റെ മുറ്റത്തെത്തി എന്നുള്ളവർക്ക് കതക് തുറന്നു. മരുമകള് കതക് തുറന്നപ്പോ വീട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചു. വീട്ടുകാരൻ പുറത്തെവിടെ പോയതാണ്. എപ്പോഴാ വരാന്നറിയില്ല. ഒന്നും അറിയില്ലല്ലേ. എങ്ങനെ ജീവിതമൊക്കെ വലിയ കഷ്ടപ്പാടാണ്, വലിയ പ്രയാസമാണ്. പലപ്പോഴും ഒന്നും ഉണ്ടാകൂല, ഭക്ഷിക്കാനും കുടിക്കാനൊന്നും. അങ്ങനെയുള്ള ഈ വർത്തമാനങ്ങളുടെ ഈ ശൈലിയിൽ നിന്ന് കുടുംബജീവിതത്തിൽ തന്റെ മകന് കിട്ടിയ ഇണ സൽസ്വഭാവിയല്ല, ദീനുള്ള പെണ്ണല്ല, സ്വഭാവമുള്ള പെണ്ണല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാളിവിടെ വന്നിരുന്നു എന്നും വീട്ടുകാരന് ഒരു സലാമും പറയണം, എന്നിട്ട് ഈ വീടിന്റെ ഉമ്മരപ്പടി അതൊന്ന് മാറ്റിവെക്കാൻ വേണ്ടി പറയണം എന്നും പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതേ വാഹനത്തിൽ തിരിച്ചു. വൈകുന്നേരത്തോടടുക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നു. ഇവിടെ ഒരു പ്രായമുള്ള ഒരാൾ വന്നിരുന്നു. രൂപഭാവങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മനസ്സിലായത് ഉപ്പയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? നമ്മളെ ജീവിതത്തെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, വലിയ പ്രയാസമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് നീങ്ങാണ്. എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു? നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, സലാം മടക്കി ഈ വീടിന്റെ ഉമ്മരപ്പടി ഇങ്ങോട്ട് കയറുന്ന തുടക്കത്തിലുള്ള ആ പടി ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീടിന്റെ ഉമ്മരപ്പടി ആ വീട്ടുകാരിയാണ്. ആ വന്നത് എന്റെ ഉപ്പയാണ്. എന്റെ ഉപ്പ നിർദ്ദേശിച്ചത് ഈ വീടിന്റെ കാതലായ വശമല്ലേ വീട്ടിലേക്ക് വരുന്ന ഉമ്മരപ്പടി, അത് നീയാണ്, നീ ശരിയായിട്ടില്ല, നിന്റെ സ്വഭാവം പോരാ, നിന്റെ പെരുമാറ്റം പോരാ, നിന്റെ ദീന് പോരാ, ഒന്നും പോരാ, നിന്നെ ചേഞ്ച് ചെയ്യാനാണ് ഉപ്പ പറഞ്ഞത്. അതുകൊണ്ട് വീട്ടുകാരിലേക്ക് നീ പൊയ്ക്കോളൂ. ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചത്. രണ്ടാമത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വേറൊരു കല്യാണം കഴിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കല്യാണം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു യാത്രാ ഭാഗത്തൂടെ നടത്തുന്നത്. അന്നും സാറാ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. സാറാ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാനൊന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞപ്പോ മഹദി അന്നും കണ്ടീഷൻ വെച്ചു, നിങ്ങൾ പോയിക്കോളൂ, സംസാരിച്ചോളൂ, വാഹനത്തുനിന്ന് താഴോട്ടിറങ്ങാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ശരി, ഞാൻ പോകാം. വീട്ടുമുറ്റത്തെത്തി, കതക് തുറന്നു. ഒരാള് വീട്ടുമുറ്റത്തെത്തി എന്ന് കണ്ടപ്പോ കതക് തുറന്നു. നിങ്ങൾ കയറിക്കോളൂ, വീട്ടിലേക്ക് കയറിക്കോളൂ, ഭക്ഷണം തരാം, വെള്ളം കുടിക്കാം. ആദ്യമായി നല്ല സൽക്കാരത്തിന്റെ സ്വീകരണത്തിന്റെ ഭാഷയാ വരുന്നത്. വീട്ടുകാരൻ എവിടെ? പുറത്തു പോയതാണ്, കുറച്ച് സമയം കഴിഞ്ഞ് വരും.
നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നോളൂ, ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം, വെള്ളം കുടിക്കാം. സന്തോഷം പറയുന്നു, സ്വീകരിക്കുന്നു. എങ്ങനെയുണ്ട് ജീവിതം? അൽഹംദുലില്ലാ, റാഹത്താണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല മാംസം ലഭിക്കാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ ലഹ്മിഹിം, മാംസത്തിൽ നീ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിക്കാനുള്ള ഓരോ സമയത്തും കിട്ടുന്നതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ അതിന് ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്തു. ആ ബർക്കത്തിന്റെ കാരണമായി ഒരിക്കലും മക്കത്തുൽ മുക്കറമയിൽ ഇറച്ചിക്ക് മാംസത്തിനൊരു പഞ്ഞമില്ല, എപ്പോഴും അത് ലഭിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അന്നെങ്ങാനും അവർക്ക് ധാന്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനും ദുആ ചെയ്യുമായിരുന്നു. അന്ന് ധാന്യം സാർവത്രികമായി അവിടെ ഉപയോഗിക്കുന്നില്ല, വേറെ പലതും ഉപയോഗിക്കുന്നുണ്ട്. പച്ചക്കറികളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ചോളമുണ്ട്, പലതുമുണ്ട്. ധാന്യം നിത്യോപയോഗമായി വന്നിട്ടില്ല. അങ്ങനെ ദുആ ചെയ്തു കൊടുത്തു, സന്തോഷങ്ങൾ പറഞ്ഞു. ഈ പെൺകുട്ടി, ഈ വീട്ടിലെ സഹോദരി ഒരുപാട് തവണ വിളിച്ചു ഭക്ഷണത്തിന് വേണ്ടി, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയില്ല. പോകാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ പോവുകയാണോ, ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ പോകട്ടെ, എന്നെ അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ആരാ കാത്തിരിക്കുന്നത്? സറാബി റളിയല്ലാഹു അൻഹു എവിടെ? മത്താഫിലുണ്ട്. മത്താഫിൽ നിന്ന് കുറച്ച് അകലെ പോകണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക്. നിങ്ങൾ പോവുകയാണോ? പോവുകയാണ്. ഒരൊറ്റ മിനിറ്റ് ഒന്ന് നിൽക്കണം. ആ മകള് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നു. ഒരു കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാഹനത്തിലേക്ക് അടുപ്പിച്ചു വെച്ചു. ഈ കല്ലിലേക്കൊന്ന് കാല് വെച്ചൊന്ന് താഴ്ന്നു നിൽക്കണം. എന്നിട്ട് ഇപ്പുറത്ത് വേറെ ഒരു കല്ലും വെച്ചു. ആ കല്ലിന്റെ മുകളിൽ മരുമകൾ കയറിയിട്ട് ഈ പാത്രത്തിൽ കൈ നനച്ചിട്ട് തലയിങ്ങനെ തടവിക്കൊടുത്തു, താടിയും തടവിക്കൊടുത്തു. പൊടി വരണ്ടിട്ടുണ്ട്. യാത്രയിൽ വന്ന പൊടിപടലങ്ങളാണ് തടവിക്കൊടുക്കുന്നത്. തൊട്ടാല് ഉളു മുറിയാത്ത ബന്ധമാണത്. തൊട്ടാല് ഉളു മുറിയൂലല്ലോ. സ്വന്തം ഭർത്താവിന്റെ ഉപ്പയല്ലേ, എത്രമാത്രം വലിയ ബന്ധമുണ്ട്. കാണാനും തൊടാനും എല്ലാ നിലക്കും അല്ലാഹു തആല ഹലാലാക്കി കൊടുത്തു. താടിയും തലയും ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തടകി കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വലിയ സന്തോഷായി. പലവട്ടം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു, ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ പറ്റാത്തത് അവിടെ ഒരു ഷർത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇറങ്ങുന്നില്ലെങ്കിലും അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. നല്ലൊരു ബഹുമാനം. പാത്രത്തിൽ വെള്ളം കൊണ്ടൊന്ന് കൈ ഇങ്ങനെ ഇട്ട് തടവിയിട്ട് എല്ലാ ഭാഗത്തെയും പൊടി തട്ടിക്കൊടുത്തു. പോകുന്ന സമയത്ത് സലാം പറഞ്ഞു, സന്തോഷം പറഞ്ഞു. വീട്ടിലുള്ള ആള് വന്നാൽ ഈ വീട്ടിന്റെ ഉമ്മരപ്പടി ഉറപ്പിച്ചു വെക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവ് പോലെ വീട്ടിലേക്ക് വന്നു. വൈകുന്നേരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് വന്നത് എന്ന് മരുമകൾക്ക് അറിഞ്ഞില്ല. മരുമകൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ഉപ്പയായിരുന്ന വന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലേ ഇറങ്ങാന്, ഇറങ്ങിയില്ല. അപ്പൊ ഇറങ്ങാഞ്ഞ എന്തേ, എന്നോട് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടോന്ന് ചോദിച്ചപ്പോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അപ്പുറത്ത് സാറാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു ഷർത്തുണ്ട്, വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത്. ആ ഷർത്ത് അങ്ങോട്ട് പാലിച്ചു. എന്താ അപ്പൊ കണ്ടീഷൻസ് നമ്മുടേത് മാത്രം പോരാ, അതാ വൺ വേ ആവും പറഞ്ഞത്. അവരിങ്ങോട്ട് പറയുന്നതും കുറച്ചൊക്കെ പാലിക്കണം. നല്ലോണം പാലിച്ചാൽ നല്ലോണം സ്നേഹം ഉണ്ടാകും. അത് നമ്മളും അവരും തമ്മിലുള്ള ജീവിതത്തിന്റെ സന്തോഷത്തിനാണ് ആ നിബന്ധനകളൊക്കെ പറയുന്നത്. അത് കേട്ട് നിർത്തിയിട്ടൊന്നും പൊളിഞ്ഞു വീഴാനും പോകുന്നൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് എന്റെ ഇഷ്ടം, ഞാൻ തീരുമാനിച്ചോളാന്ന് പറഞ്ഞു. ഇല്ലല്ല, വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട്, അവിടെ വന്ന കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടാണ് വിശേഷങ്ങളൊക്കെ ചോദിച്ചത്, ദുആ ചെയ്തു കൊടുത്തത്, സന്തോഷം പറഞ്ഞത്, തിരിച്ചുപോയത്. സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശം 2 ഘട്ടത്തിലും പാലിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒന്നാണ്. നിബന്ധനകൾ പാലിക്കണം. എന്തിന്? നമ്മുടെ ജീവിതത്തിലുള്ള കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ. സ്നേഹങ്ങൾ കൈമാറണം. കണ്ടറിഞ്ഞ സ്നേഹമാണ് ഇന്നില്ലാത്തത്. വേണ്ടത് അതാണ് സഹോദരങ്ങളെ. കണ്ടറിഞ്ഞ് സ്നേഹിക്കാനുള്ള കഴിവ് വേണം. അത് കുടുംബനാഥനുണ്ടോ, കുടുംബിനിക്കുണ്ടോ, മക്കളാ സ്നേഹം അങ്ങനെ തന്നെ പഠിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് അവിടുത്തെ പെൺകുട്ടികൾ സ്നേഹം ശരിക്ക് കണ്ട് പകർത്തി പഠിച്ചത്. ആ സ്നേഹമാണ് ജീവിതത്തിൽ അവർ പകർത്തിയത്, ഉപയോഗിച്ചത്. അതുല്യമായ സ്നേഹമല്ലേ 25 വർഷക്കാലം സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോട് ഒപ്പം ജീവിക്കുമ്പോൾ ശരിക്കും മക്കക്കാര് കുടുംബ ജീവിതം എന്താണെന്ന് പഠിച്ചത് അന്നാണ്. കുടുംബ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ തലങ്ങൾ എങ്ങനെയാണ് എന്ന് ഒപ്പിയെടുത്തത് അന്നാണ്. നിങ്ങൾ നോക്കി, എല്ലാ അർത്ഥത്തിലും സ്നേഹം നൽകി. അതുല്യമായ സ്നേഹമാണ് നൽകിയത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോടൊക്കെ ആ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ വഴികൾ അങ്ങനെയാക്കാൻ വേണ്ടിയാണ്. സ്നേഹമസൃണമായ ജീവിതമാകണം. എപ്പോഴും ഉമ്മയും ഉപ്പയും തമ്മിലടിയാണെങ്കിൽ, വാക്ക് തർക്കമാണെങ്കിൽ, ചേരിപ്പോരാണെങ്കിൽ, എപ്പോഴും സംഘട്ടനമാണെങ്കിൽ മക്കളെ കുടുംബ ജീവിതത്തിലും അത് പ്രതീക്ഷിക്കാം. പിന്നെ അപ്പോൾ മാത്രം അങ്ങനെ ഉണ്ടാകരുത് എന്ന് മോഹിച്ചിട്ട് കാര്യമില്ല. ഞാനും എൻ്റെ ഇണയും തമ്മിൽ ജീവിക്കുമ്പോഴുള്ള സ്നേഹത്തിന്റെ സ്പർശങ്ങളില്ലേ, തരങ്ങളില്ലേ, അത് കണ്ട് പകർത്തുന്നൊരു വിഭാഗമാണ് തൊട്ട് താഴെയുള്ളത്. ഇനി അതിലും പകർത്താനുള്ളൊരു വിഭാഗമാണ് പിന്നെയും വരാനുള്ളത്. അവരൊക്കെ കുടുംബ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണേണ്ടത് യഥാർത്ഥ സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹമാണോ, മക്കളത് കണ്ട് പഠിക്കും, അത് പകർത്തും. ആ സ്നേഹം തുല്യതയില്ലാത്ത രൂപത്തിൽ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവിക്കും, ഖദീജ ബീവിയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും രണ്ട് തലങ്ങളിലുമുള്ള സ്നേഹം അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു. 4 മക്കളുടെ ജീവിതത്തിലും അത് നിയലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികളെ കല്യാണം കഴിച്ചപ്പോ 2 മക്കൾ ആദ്യം കല്യാണം കഴിച്ചത് അബൂലഹബിന്റെ മക്കളായിരുന്നു, ഉത്ബയും മുത്തൈബയും. ഏത് 2 മക്കളെ? സയ്യിദത്തുനാ ബീവി റുഖിയ്യ റളിയല്ലാഹു അൻഹ, സയ്യിദത്തുനാ ബീവി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഇവരെ കല്യാണം കഴിച്ചിരുന്നത് ജ്യേഷ്ഠനും അനുജനുമായ ഉത്ബയും മുത്തൈബയുമായിരുന്നു. 2 മക്കളാണ്. സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മക്കൾ തന്നെയാണ് കല്യാണം കഴിച്ചിരുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന ആ സൂറത്ത് ഇറങ്ങിയപ്പോ, സൂറത്തുൽ മസദ് ഇറങ്ങിയപ്പോ അബൂലഹബ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇല്ലം തുതല്ലിഖ ഇബ്നതൈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅസി മിൻ റഅസികുമാ ഹറാം. നിങ്ങൾ ആ മക്കളെ ത്വലാഖല്ലെന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളായിട്ടൊരു കണക്ഷനും ഇല്ല. അബൂലഹബ് ഈ 2 മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉത്ബയും മുത്തൈബയും, ആ 2 കുട്ടികളെയും നിങ്ങൾ ത്വലാഖല്ലെന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളായിട്ട് എനിക്കൊരു ബന്ധമില്ല. ത്വലാഖ് ചൊല്ലി വാപ്പാന നിർദ്ദേശപ്രകാരം ചൊല്ലിയിട്ട് ഉത്ബയും മുത്തൈബയും എന്താ പറഞ്ഞറിയോ? ഒരിക്കലും ത്വലാഖ് ചൊല്ലപ്പെടേണ്ട മക്കളല്ല അത്. അന്ന് ഉത്ബയും മുത്തൈബയും 2 ഇസ്ലാമിന്റെ പക്ഷത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഉത്ബയ്ക്ക് പിന്നീട് ഇസ്ലാമിലേക്ക് വരാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തു. കുറെ കാലം മക്ക വിജയത്തിന്റെ അന്ന് ഉത്ബ വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. ഉത്ബ വന്നിട്ടില്ല, ഉത്ബ വരാതെ അങ്ങനെ മരണപ്പെട്ടു. പക്ഷെ 2 ആളും പറഞ്ഞൊരു വാക്കാണ്, ഒരിക്കലും ത്വലാഖ് ചൊല്ലപ്പെടേണ്ട മക്കളല്ല അത്. ആ കുട്ടികളെ കിട്ടുന്ന, ആ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഒരാളും ആ മക്കളെ ത്വലാഖല്ലൂല. കാരണം ആ രൂപത്തിൽ സ്നേഹജീവിതം തരാൻ പറ്റിയ കുട്ടികൾ ഈ നാട്ടിൽ വേറല്ല. എവിടുന്നാണ് ഈ മക്കൾ സ്നേഹത്തിന്റെ തലങ്ങൾ പഠിച്ചത്? അവര് കുടുംബജീവിതം കണ്ട് ആസ്വദിച്ച് ജീവിതത്തിൽ ഒപ്പിയെടുത്തത് എവിടുന്നാണ്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുമാണ്. ആ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നേലിക്കേണ്ടത്. ആ സഹകരണം, ആ സ്നേഹം, ആ വിഷമം, ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഘട്ടങ്ങൾ. അഭിപ്രായം ചോദിക്കുന്നവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു പേടി വരുമ്പോ ആ പേടിയിൽ ഏറ്റവും അധികം പേടിക്കുന്നത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. കാണാം, നമുക്ക് ഹദീസിന്റെ സ്വഹീഹായ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ആദ്യഘട്ടത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തും ശരീരത്തിലും
ഭാവമാറ്റങ്ങൾ പ്രകടമായപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ ദൃശ്യവും ജിബ്രീൽ അലൈഹിസ്സലാമിനെ മശ്രിഖ് മഗ്രിബിന് ഇടയിലായിട്ട് വിശാലമായ രൂപം അല്ലാഹു കാണിച്ചു കൊടുത്തതും അതൊക്കെ കണ്ടു എന്ന വിഷയം പറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ വാക്ക് ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നോട് അന്ന് പറഞ്ഞു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു ഒരിക്കലും തങ്ങളെ പരാജയപ്പെടുത്തൂല, തങ്ങളെ അല്ലാഹു തആല കയ്യൊഴിക്കൂല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ലാ വതക്സിബുൽ മഅദൂമ വതഖ്രിൽ ളൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. തങ്ങൾ എങ്ങനെ വിഷമിക്കണം നബിയെ, സൽഗുണങ്ങൾ മുഴുവനും തങ്ങളിൽ മേളിച്ചിട്ടുണ്ട്. അവിടുന്ന് കുടുംബ ബന്ധം നന്നായി പുലർത്തുന്ന മഹാനാണ്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമ്പാദിച്ചു ഉണ്ടാക്കി കൊടുക്കുന്ന നേതാവാണ്. ജനങ്ങളെ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രയാസങ്ങൾ തീർത്ത് സന്തോഷം നൽകുന്ന നേതാവാണ്. നാട്ടിൽ വരുന്ന അപരിചിതരായ ആളുകളെ സൽക്കരിക്കുന്ന നേതാവാണ്. സത്യമാർഗത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്യാൻ വലിയ കഴിവുള്ള നേതാവാണ്. തങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. അവിടുത്തേക്ക് ഏറ്റവും വലിയ തണുപ്പേകിയത് ഈ ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. അതുകൊണ്ട് നിർത്തിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശകലം പേടിയുണ്ടാകരുത്, ബുദ്ധിമുട്ടുണ്ടാകരുത്, മനക്ലേശമുണ്ടാകരുത്. തങ്ങളുടെ കൈപിടിച്ചു കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി വീണ്ടും സമാധാനം നൽകാൻ ആയിഷ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരപുത്രനായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക്. വറഖത്ത് ഇബ്നു നൗഫല് പഴയ ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ളൊരു മഹാനായിരുന്നു. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇസ്മാ മിൻ ഇബ്നി അഖീക്, ഇന്നലെ ചില വിവരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് കേൾക്കൂ. ആരിൽ നിന്ന്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേൾക്കൂ. വറഖത്ത് ഇബ്നു നൗഫൽ എണ്ണി ഇങ്ങനെ ചോദിച്ചു. വിഷയം കേട്ട ശേഷം പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല. ഹാദൻ നാമൂസുല്ലദീ അൻസലല്ലാഹു അലാ മൂസാ, ഇത് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കി കൊടുത്ത അതേ ദൂതനാണ്. ആ ദൂതൻ തന്നെയാണ് അല്ലാഹു നിങ്ങൾക്കും ഇറക്കി തന്നത്. വിഷമൊന്നും അതിൽ കരുതേണ്ടതില്ല. മൂസാ നബിക്കും ഇതേ ദൂതൻ വഹയുമായി വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനും വഹയുമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അതേ രൂപത്തിൽ വഹയുമായി വന്നതാണ്. ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ നാട്ടുകാര് ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് ശല്യം ചെയ്ത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെടുന്ന ഒരു സമയമുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അൻസുറുക നസ്റം മുഅസ്സറാ, നല്ല സഹായം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത്രയും വർഷക്കാലം സ്നേഹത്തോടെ മാത്രം കണ്ട സ്വന്തം നാട്ടുകാര് എന്നോട് ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നു. അവ മുഖ്രിജിയഹും, ഈ നാട്ടുകാർ എന്നോട് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറത്തു പോകാൻ എന്റെ നാട്ടുകാർ പറയോ? എത്രമാത്രം സ്നേഹമാണ് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് കിട്ടിയത്, എന്തൊരു ബഹുമാന കിട്ടിയത്. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, അങ്ങനെ ഉണ്ടാകും. നിങ്ങൾ കൊണ്ടുവന്ന ഈ സന്ദേശവുമായി ലോകത്ത് വന്ന ആളുകളൊക്കെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു പിന്തുടർച്ച തങ്ങൾക്കും ഉണ്ടാകും. അന്ന് ഞാനുണ്ടെങ്കിൽ ഞാൻ തങ്ങളെ സഹായിക്കുമായിരുന്നു. വലിയ ശക്തി എന്റെ ഭാഗത്തുനിന്നുണ്ടാകുമായിരുന്നു. ഏറെ താമസിക്കാതെ ഒരാഴ്ചക്കുള്ളിൽ വറഖത്ത് ഇബ്നു നൗഫൽ മരണപ്പെട്ടുപോയി. പക്ഷേ മരണപ്പെട്ടെങ്കിലും വറഖത്ത് ഇബ്നു നൗഫലിന്റെ ഉള്ളിൽ ഈമാനുണ്ട്, നല്ല മൂമിനായ മനുഷ്യനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വറഖത്ത് ഇബ്നു നൗഫലിന്റെ പ്രതികരണം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമാധാനമായി. തങ്ങളെ സമാധാനിപ്പിക്കാനും മനസ്സിന് ഒരു ക്ലേശവും വരാതിരിക്കാനുമാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോകുന്നത്. ഖദീജ ബീവിന്റെ ആ ഒരു സ്നേഹം എങ്ങനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് ഇങ്ങനെ ഇടക്കിടക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയി സ്വീകരിക്കുമ്പോ തങ്ങൾക്കൊരു പ്രയാസവും വേണ്ട. ആ വരുന്നത് മലക്കാണ് എന്നത് എനിക്ക് ഉറപ്പാണ്. ഇനി എന്റെ വകവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പരിശോധിക്കാം. മലക്ക് വരുന്ന സമയത്ത് തങ്ങൾ എന്നോടൊന്ന് പറയണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയണം, എന്നോടൊന്ന് പറയണം, ഞാനൊന്ന് നോക്കട്ടെ അത് മലക്ക് തന്നെയാണോ എന്ന്. ശരി, ഞാൻ പറയാം.
അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ എന്റെ മടിയിലൊന്നിരിക്കും, എന്റെ വലത്തെ കാലിന്റെ മേൽ തങ്ങളൊന്നിരിക്കൂ. അവിടെ ഇരുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ശരിക്ക് ഹിജാബൊക്കെ ഇട്ടിട്ടാണ് ഖദീജ ബീവി ഉള്ളത്. ഇടത്തെ ഭാഗത്തൊന്നും ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോഴും കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. രണ്ട് കാലും ചേർത്തിയിട്ട് തങ്ങളൊന്ന് ഇരിക്കൂ. ഇരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പതുക്കെ ജിൽബാബ് ഒന്ന് പൊക്കി, മുഖമൂടി ഒന്ന് പൊക്കിയിട്ട് ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് വെച്ചു. ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ പേടിക്കണ്ടേ ഇല്ല, അതാക്ക മലക്കുൻ, അത് മലക്കന്നെയാണ്. അത് അള്ളാഹുവിൽ നിന്ന് തങ്ങൾക്ക് വഹി തരുന്ന മലക്കന്നെയാണ്. ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. എന്തിനാണ് ഈ ആശ്വാസം? മനസ്സിന് ഏറ്റവും അധികം വേണ്ടത് ആശ്വാസമാണ്. അതാണ് സ്നേഹം. സ്നേഹത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ്. അത് വിഷമഘട്ടത്തിലും അങ്ങനെയാണ്. എത്ര ആളുകൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വന്ന് വിളിച്ചു. പരഹസ്യ പ്രബോധനം, രഹസ്യ പ്രബോധനത്തിന്റെ ഘട്ടത്തിൽ കഴിഞ്ഞ് പരസ്യ പ്രബോധനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 3 വർഷമാണ് രഹസ്യ പ്രബോധനത്തിന് അല്ലാഹു അനുമതി കൊടുത്തത്. പിന്നീട് പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ മക്കയിലുള്ള ആളുകൾ, തങ്ങളെ സ്വീകരിക്കാത്ത ആളുകൾ ആദ്യം ചെയ്തത് സാമ്പത്തിക ഉപരോധമാണ്. സഹകരണത്തിനെതിരായിട്ട് സാമ്പത്തിക ഉപരോധം. ഒരാളും ഒരു ഭക്ഷണമോ സഹകരണമോ കൊടുക്കാതെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഅബ് അബീ ത്വാലിബിൽ താമസിച്ചപ്പോ തങ്ങളെ കൂടെ നിന്ന പത്നിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഭർത്താവിന് പ്രയാസം വന്നപ്പോ വിട്ടുപോകുന്ന ഇണകള് സ്നേഹമുള്ള ഇണകളല്ല. നിങ്ങൾ വായിച്ചില്ലേ, ഭർത്താവിന് രോഗം വന്നപ്പോ ഭാര്യ ഇറങ്ങിപ്പോയി. ആരോഗ്യമുള്ള എത്ര ഭർത്താക്കന്മാരെ കിട്ടാനുണ്ട്. നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് ഞാൻ എന്തിന് എന്റെ കാലം കഴിക്കണം? അത് സ്നേഹത്തിന്റെ കുറവാണ്. ഭാര്യക്ക് അസുഖം വന്നപ്പോൾ പെട്ടെന്ന് ത്വലാഖ് ചൊല്ലി അവരെ ഒഴിവാക്കിയിട്ട് ആരോഗ്യമുള്ള ഇണയെ തെരഞ്ഞെടുക്കുന്നത് സ്നേഹത്തിന്റെ കുറവാണ്. പ്രാരാബ്ദത്തിന്റെ പടുകുടിയിലെത്തിയ ഒരു നേരമാണ്. ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ പുല്ല് ഭക്ഷിക്കുന്ന നേരമാണ്. പച്ചിലകൾ ഭക്ഷിക്കുന്ന നേരമാണ്. ഹദീസിൽ പഠിപ്പിച്ചല്ലോ, ശിഅബ് അബീ ത്വാലിബിൽ ഞങ്ങൾ താമസിക്കുമ്പോ വഇന്ന അഹദനാ ലയളഉ കമാ തളഉ ശാതു, ആട് കാട്ടിക്കും പോലെയാണ് ഞങ്ങളിൽ പലരും കാട്ടിച്ചിരുന്നത്. കാരണം ആടിന്റെ ഭക്ഷണമാണ് കഴിക്കുന്നത്. ആടിന്റെ ഭക്ഷണമാണല്ലോ പച്ചില, ആടിന്റെ ഭക്ഷണമാണല്ലോ പുല്ല്, ഉണങ്ങിയ ഇലകൾ, ഇതൊക്കെയാണ് ഭക്ഷിക്കുന്നത്. ആ കൂട്ടത്തിൽ തങ്ങളോടൊപ്പം നിന്നുകൊടുത്ത മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. കുടുംബക്കാര് വന്ന് വിളിച്ചു, വീട്ടിലേക്ക് വരാൻ ഇല്ല എന്നാ പറഞ്ഞത്. വീട്ടിലേക്ക് വരും. എന്തിനവിടെ നിൽക്കണം? ഭക്ഷണം കഴിക്കാലോ, കിടന്നുറങ്ങാലോ. ഞാൻ വരൂല, ഞാൻ ഇവിടെ ഉണ്ടാകും. അതൊരു സ്നേഹമാണ്. മക്കക്കാര് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത സ്നേഹം, അതുല്യമായ സ്നേഹം. നമ്മളിപ്പോ അടുത്തുകൊണ്ടൊക്കെ വായിച്ചു കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ എന്താ? നല്ല ആരോഗ്യമുണ്ട് ഭർത്താവിന്, ജോലിയെടുക്കാനുള്ള കഴിവുണ്ട്, സമ്പത്തുണ്ട്. അയാൾക്ക് ചെറിയ ഒരു അസ്വസ്ഥത വന്നുപോയി. എന്താ അസ്വസ്ഥത എന്നറിയോ നിങ്ങൾ? കാഴ്ചക്ക്, ഒരു കണ്ണിന്റെ കാഴ്ചക്ക് ചെറിയൊരു മങ്ങലേറ്റുപോയി. അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അപ്പോ 4-5 മക്കളുള്ള ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, നിങ്ങൾക്ക് സൗന്ദര്യം കുറഞ്ഞൂലേ, നിങ്ങളെ തൽക്കാലം ഇവിടെ നിന്നോളി. നിങ്ങളെ മക്കളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടല്ലോ, ജോലിയൊക്കെ ചെയ്ത് നിങ്ങളെ നോക്കിയോളൂ. എന്റെ ആരോഗ്യവും എന്റെ ഓജസ്സും തേജസ്സൊന്നും കഴിഞ്ഞിട്ടില്ല, നല്ല ഒരാളെ കിട്ടും, ഞാൻ നോക്കട്ടെ, നിങ്ങൾ എനിക്ക് തൊലാക്കല്ലി തരണം. നഊദു ബില്ലാഹി മിൻ ദാലിക്. നമ്മളെന്താ സഹോദരങ്ങൾ കേൾക്കുന്നത്? കുറെ കാലം നിന്നിട്ട് മക്കളില്ല എന്നതിന്റെ പേരിൽ ഒഴിവാകണമെങ്കിൽ ആരൊഴിവാകണം? ആര് കുടുംബജീവിതം നിർത്തിവെക്കണം? ബഹുമാനപ്പെട്ട ബീവി സാറ റളിയല്ലാഹു അൻഹാ നിർത്തിവെക്കണ്ടേ? സാറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിയോട് പറയണ്ടേ, നിങ്ങൾ ഒറ്റക്ക് നിന്നോളി, ഞാൻ വേറെ പോയിക്കോളാം. പക്ഷേ നിന്നില്ല, മാറി നിന്നില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ ബീവിയിലൂടെ ജനിച്ച ശേഷം വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷമാണ് സാറ ബീവിയിൽ അല്ലാഹു കുഞ്ഞിനെ നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ അടിയുറച്ചു നിന്നു, നല്ലോണം സഹകരിച്ച് ജീവിച്ചു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുന്ന സുഹൃതങ്ങളിൽ ഒന്നും സാറ ബീവി റളിയല്ലാഹു അൻഹ എതിർത്തില്ല. എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നല്ല ബറക്കത്തുള്ള സുഭിക്ഷമായ ഭക്ഷണം നൽകുന്നതിൽ സാറാ ബീവി റളിയല്ലാഹു അൻഹയും പങ്കെടുത്തപ്പോൾ കുടുംബത്തിന് മൊത്തത്തിലാണ് മലക്കുകൾ ദുആ ചെയ്തത്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. ഓ കുടുംബമേ, അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ബറക്കത്തും നിങ്ങൾക്ക് സദാ ഉണ്ടാകട്ടെ. ഖുർആനിൽ ആ പ്രാർത്ഥന ഇന്നും നിലനിൽക്കുന്നു. എന്താണ് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൂടെ വർഷങ്ങളായി താമസിക്കുന്നത് നിരാശയില്ല. അല്ലാഹു അല്ലേ നൽകുന്നത്, അല്ലാഹു അല്ലേ തടയുന്നത്. അവന്റെ ഖളായിൽ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ഹാജർ ബീവി റളിയല്ലാഹു അൻഹയിൽ മക്കൾ ഉണ്ടായ ശേഷവും സാറാ ബീവി റളിയല്ലാഹു അൻഹ കൂടെ തന്നെയാണ്, വേർപിരിഞ്ഞിട്ടില്ല. ഈ ആദിത്യ മര്യാദയിൽ സന്തോഷങ്ങൾ നൽകിയപ്പോൾ മലക്കുകളിൽ നിന്ന് കിട്ടിയൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയോടൊപ്പം വലിയൊരു സന്തോഷ വാർത്തയും അല്ലാഹു തആല കൊടുത്തു. എന്താണ്? നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഹാജർ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നൊരു കുട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ട്. അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സാറ ബീവിയിലൂടെ ഒരു കുട്ടിയെ തരാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹദി പറഞ്ഞു, യാ വൈലതാ അലിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ. എനിക്കിനി മക്കൾ ഉണ്ടാകുക പഠിച്ചോനെ, ഞാനാണെങ്കിൽ കിളവിയായിട്ടുണ്ട്. എനിക്കെന്റെ വയസ്സെത്ര ആയിട്ടുണ്ട്? എന്റെ ഭർത്താവിന് 90-ലധികം വയസ്സായി. 86-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അത് കഴിഞ്ഞ് പിന്നീട് 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. അപ്പോഴേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വയസ്സ് 90 കഴിഞ്ഞു. ഞാൻ പ്രസവിക്ക് എന്താ ഞാൻ കേൾക്കുന്നത്? ആ അലിദുവാന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ. എന്റെ ഭർത്താവാണെങ്കിൽ അങ്ങേയറ്റത്തെ വയസ്സ് എത്തിയിട്ടുണ്ട്, വൃദ്ധനായിട്ടുണ്ട്. ഞാനാണെങ്കിൽ വൃദ്ധയുമായിട്ടുണ്ട്. പ്രസവിക്ക് എന്തായി കേൾക്കുന്നത്? ഒരു അത്ഭുതം തന്നെയാണ്. മലക്കുകൾ പറഞ്ഞു, തഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിങ്ങൾ അതിശയിക്കുന്നുവോ? അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാതൃകയാണ്. 10 കൊല്ലം കൂടെ നിന്നു. നല്ല സ്നേഹപരമായ ജീവിതമാണ് ഭാര്യയും ഭർത്താവും. പക്ഷെ അപ്പോ പിന്തിരിപ്പൻ ശൈലി കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വന്നാലും സ്നേഹത്തോടെ ഉറച്ചു നിൽക്കണം. ഭർത്താവ് പറഞ്ഞു, അല്ലാഹു തആല ഈ ഭാര്യയിലൂടെ മക്കളെ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വാലിഹത്തായ പെണ്ണല്ലേ, അല്ലാഹ് എനിക്ക് തരും, ഞാൻ എനിക്ക് കാത്തിരിക്കും. അങ്ങനെ അല്ലാഹു തആല കൊടുത്തു. 20 വർഷങ്ങൾക്ക് ശേഷം എത്രയുണ്ട് അങ്ങനെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന വേറെ സംഭവമല്ലേ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യത്തിലാണ് അല്ലാഹു തആല മക്കളെ കൊടുക്കുന്നത്. അങ്ങനെ മക്കളെ കൊടുത്തതിന്റെ മാർഗമായിട്ട് സക്കരിയ നബിയും കുടുംബത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞു. സക്കരിയ നബിയും കുടുംബവും ഭാര്യയും നല്ല സ്നേഹത്തോടെ ജീവിച്ചു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ. ആ കുടുംബം സക്കരിയ നബി അലൈഹിസ്സലാമും പത്നിയും നന്മകളിൽ സജീവമായി മുന്നേറുന്ന കുടുംബമായിരുന്നു. ആഗ്രഹിച്ചു നമ്മളോട് ദ്വാർക്കാറുണ്ട്, പേടിച്ചുകൊണ്ട് നമ്മളോട് ദ്വാർക്കാറുണ്ട്. നല്ല ഭക്തിയിൽ ജീവിച്ച കുടുംബമായിരുന്നു. വയസ്സ് കുറെ അങ്ങെത്തിയപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിനും ഭാര്യക്കും മക്കളെ കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചപ്പോ വഅസ്ലഹനാ ലഹു സൗജഹു, ഭാര്യക്ക് അല്ലാഹു തആല 18ന്റെ പവർ കൊടുത്തു. 90 കഴിഞ്ഞ ഭാര്യക്കാണ് അല്ലാഹു തആല 18ന്റെ പവർ കൊടുക്കുന്നത്. ഖുർആനെ പറയുന്നു, തഫ്സീർ എടുത്തു നോക്ക് നിങ്ങൾ. വഅസ്ലഹനാ ലഹു സൗജഹു, ഇണയെ അല്ലാഹു തആല ഇങ്ങോട്ട് മാറ്റി ചേഞ്ചാക്കി 18ന്റെ ആരോഗ്യം, സൗന്ദര്യം, പ്രതാപം ഒക്കെ കൊടുത്തു. 90-ന് ശേഷം ക്ഷമയോടെ സഹകരണത്തോടെ നിന്നപ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. ആ ബഹുമാനം കുടുംബ ജീവിതത്തിൽ കിട്ടും. നല്ല ക്ഷമയോടെ സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങണം. കണ്ടറിഞ്ഞ സ്നേഹം വേണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. ആ സ്നേഹത്തിന്റെ മാതൃകയാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ.
കണ്ടറിഞ്ഞ് സ്നേഹിക്കുന്നു. തിരിച്ചിങ്ങോട്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയാണ്. കണ്ടറിഞ്ഞ സ്നേഹമാണ് എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും. അങ്ങനെ ഒരു സ്നേഹത്തിനാണ് മൂല്യമുള്ളത്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ പോലത്തെ മക്കളാണ് ആ സ്നേഹത്തിന്റെ അടയാളങ്ങൾ ലോകത്ത് വിതരണം ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സിനോടടുത്ത സമയമാണ്. തങ്ങൾക്ക് ഒറ്റക്കിരിക്കാനുള്ള താല്പര്യം, അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടാൻ അതിന് പറ്റുന്ന സ്ഥലം അള്ളാഹു കാണിച്ചു കൊടുത്തു. ഭൂമിയിൽ നിന്ന് നല്ല ഉയരമുള്ള ഒരു മലയാണ് ജബലുന്നൂർ. അതിന്റെ മുകളിൽ ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥലമുണ്ട്. ഇന്നും ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെയുണ്ട്, മാറ്റം വന്നിട്ടില്ല. സഹോദരങ്ങളെ, അവിടേക്ക് പോകാൻ തങ്ങൾ ഉദ്ദേശിച്ചു. 3-4 ദിവസങ്ങൾക്കുള്ള ഭക്ഷണവും ശേഖരിച്ചു കൊണ്ട് പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നേരെ പിറ്റേന്ന് രാവിലെ ചിന്തിക്കുന്നു, ഇന്നലെ ഭക്ഷണം കഴിക്കാൻ കൂടെ നമ്മുടെ പ്രിയതമനുണ്ട്, ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒറ്റക്കാണല്ലോ, ഭക്ഷണവും ഒന്ന് എടുത്തു പോയി നോക്കിയാലോ. കണ്ടു നിൽക്കുന്ന മക്കാർ ചോദിക്കുന്നു, മക്ക നഗരത്തിൽ നിന്ന് ജബലുന്നൂറിലേക്ക് നമ്മൾ ഇന്ന് പോകുമ്പോ കുറച്ച് ദൂരമുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന ആ കല്ലിൻ കൂട്ടങ്ങളിൽ മുകളിലേക്ക് കയറുകയാണ്. പ്രായമോ 55 വയസ്സാണ്, ചെറിയ പ്രായമല്ല. 55-ാമത്തെ വയസ്സിലാണ് ഈ മല കയറുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് കയറട്ടെ എന്ന് കരുതി കയറും. 2ാമത്തെ പ്രാവശ്യം ഉംറക്ക് പോകുമ്പോ ചിലർ പറയും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് താഴെ നിന്ന് വരുന്നോളാന്ന് പറയും. അത്രയും സാഹസികതയുണ്ട് മുകളിലേക്ക് കയറാൻ. എപ്പോ? ഇന്ന് ആധുനിക യുഗത്തിലെ ചില്ലറ സൗകര്യങ്ങളൊക്കെ ഉള്ള കാലത്തായത് പറയുന്നത്. ഒരൊറ്റ സൗകര്യവും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ കല്ലിൻ കൂട്ടങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു. ഏതെങ്കിലും ഒരു കല്ലിൽ നിന്ന് കാല് തെറ്റിപ്പോയാൽ എന്തെങ്കിലും അപായങ്ങൾ സംഭവിച്ചു പോകും. അവിടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ മുകളിലേക്ക് ഭക്ഷണപാത്രവുമായി കയറി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകിയ ഒരു സ്നേഹമാണ്. കണ്ടറിഞ്ഞ സ്നേഹത്തിന്റെ മാതൃകയാണ്. കൽപ്പനകൾക്ക് പിന്നിലുള്ള സ്നേഹത്തെക്കാളും സൗന്ദര്യം അതിനാണ്. ഭക്ഷണം കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഭക്ഷണം കൊണ്ടുവരാൻ തീർന്നുപോയി എന്ന് നിയമവുമായിട്ട് ദിവസവുമായിട്ടില്ല. കാരണം 5-6 ദിവസങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചാണ് പോയത്. അത് കഴിഞ്ഞാൽ തങ്ങൾക്ക് തായോട്ട് തിരിച്ചു വരാം, ഭക്ഷണം എടുത്ത് വീണ്ടും പോകാം. നേരെ പിറ്റേന്ന് രാവിലെ തന്നെ മഹദി ചിന്തിക്കുന്നു, ഇന്നലെ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോ കൂടെ ആളുണ്ട്, ഇന്ന് ഞാൻ ഒറ്റക്കാണല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ. മക്കാരൊക്കെ നോക്കി നിന്ന് അത്ഭുതപ്പെട്ട സ്നേഹമാണ്. പടച്ചോനെ, എങ്ങോട്ടാണ് ഈ കയറിപ്പോകുന്നത്? എത്ര ദൂരം താണ്ടണം? ഭൂമിയുടെ താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് 800 അടി ഉയരത്തിലാണ് ഹിറ ഉള്ളത്, ഹിറ ഗുഹയുള്ളത്. അവിടേക്ക് കയറിപ്പോകുന്നു. പ്രായാധിക്യത്തിൽ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണപാത്രമായിട്ട് പോയിട്ട്, നിങ്ങൾ എന്തേ വന്ന്? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാഞ്ഞിട്ടൊരു വിഷമം. അതൊരു സ്നേഹമാണ്. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഭക്ഷണം എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്ന. വരാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല, രാവിലെ വരണം വൈകുന്നേരം വരണം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് കണ്ടറിഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞത്. ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ, ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടറിഞ്ഞ സ്നേഹങ്ങൾ രണ്ടുപേരും നടത്തേണ്ടതുണ്ട്. എന്താ രണ്ടുപേരും നടത്തേണ്ടത്? ഒന്ന്, രാവിലെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരികയാണ്. നമ്മളാ വീട്ടിലുള്ളത്. ആര്? ഭർത്താവ് വീട്ടിലുള്ളത്. അതിനിടയിൽ ഭാര്യ നിർവഹിക്കുന്ന ഒരുപാട് ഡ്യൂട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ കണ്ടറിഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന പല ഡ്യൂട്ടികളും ചെയ്യണം. ഒന്ന്, നദാഫത്ത്, വൃത്തി നമ്മളെ കൊണ്ട് കഴിയാത്ത സംഗതി ഒന്നുമല്ല. മുമ്പത്തെ ബുദ്ധിമുട്ടുമില്ല. കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ വടിച്ച് ആദ്യം അതിന്റെ പൊടിയൊക്കെ തട്ടിയിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കുക. സുബ്ഹാനല്ലാഹ്, കയറി വരുമ്പോ അവരെ മുഖത്തുനിന്ന് വരുന്നൊരു സന്തോഷവും ആ സന്തോഷത്തിന്റെ പിന്നിലുള്ള സ്നേഹവും ഒന്ന് വേറെ തന്നെയാണ്. പോകുന്ന സമയത്ത് അവിടെ അലക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. പെട്ടെന്നല്ലേ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അലക്കി വൃത്തിയാക്കി ഉണക്കി ശരിയായ നിലക്ക് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ അറിയാത്ത ഒരു സ്നേഹം കുടുംബജീവിതത്തിൽ വന്നു ചേരാണ്. ചിലര് പറയും അതൊന്നും നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനൊന്നുമില്ല. പാരസ്പര്യം എന്ന് പറയുന്നത്, പരസ്പരം സഹകരിക്കുക എന്ന് പറയുന്നതിൽ രണ്ടുമുണ്ട്.
അതുകൊണ്ടാണ് ഹദീസിൽ കാണാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് വീട്ടുകാരുടെ തൊഴിലിൽ തങ്ങളും സഹകരിച്ച് ഏർപ്പെടുമായിരുന്നു. എന്തൊക്കെയാണ് ആ തൊഴില്? ചിലപ്പം ചില വൃത്തിയാക്കലുകൾ അതിൽ തങ്ങളും കൂടിക്കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഡ്രസ്സുകളൊന്ന് അലക്കാനും ഉണക്കാനൊക്കെ ഉണ്ടാവും, തങ്ങൾ കൂടിക്കൊടുക്കും. ചിലപ്പോൾ ഏതെങ്കിലും പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി അതൊന്ന് പാചകം ചെയ്യാൻ വേണ്ടി കൊടുക്കാണ്ടാകും, ഒന്ന് സഹകരിച്ചു കൊടുക്കും. ആ ഒരു സഹകരണം ഒരു സ്നേഹത്തിന്റെ മാർഗമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ സമയങ്ങൾ തിരക്കുള്ള ഓരോ സമയത്തും നമ്മളെ പോലെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള തിരക്കല്ല, യഥാർത്ഥത്തിലുള്ള തിരക്ക് തന്നെ. വ്യത്യസ്ത ജോലികൾ ഓരോ സമയത്തും സമൂഹത്തിന് വേണ്ടി നിർവഹിക്കേണ്ടതുണ്ടായിട്ടും കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ ഒരു സഹകരണമില്ലേ, അത് നമുക്കൊക്കെ വലിയ മാതൃകയാണ്. ആ വീട്ടിലേക്ക് പോകുന്ന ആളുകൾ അത് കണ്ടു പകർത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നിസ്കാരം കഴിഞ്ഞ് വന്നാലും ചിലപ്പോഴൊക്കെ ഞങ്ങളോടൊപ്പം ജോലികളിൽ ഏർപ്പെടാറുണ്ട്. എല്ലാ ജോലികളും അവര് മാത്രം ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയല്ല, അങ്ങനെ ഇസ്ലാമിനൊരു നിർദ്ദേശമൊന്നുമില്ല. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളും കൂടെ നിന്ന് സഹകരിക്കുമ്പോഴാണ് സ്നേഹം രൂഢമൂലമാകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിന് വേണ്ടി പാൽ കറന്നു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഒരടിമയെ വിട്ടാൽ പോരെ, മതി. ഡ്രസ്സ് തങ്ങൾ സ്വന്തം തുന്നുമായിരുന്നു. അതൊരു സ്വഭാവമാണ്, ഒരു അമലാണ്, ഒരു ക്രിയയാണ്. ചെരുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുന്നി പിടിപ്പിക്കുമായിരുന്നു. ആ ചെരുപ്പ് തങ്ങൾ തന്നെ തേച്ച് കഴുകുമായിരുന്നു. നമ്മളെല്ലാവരും കൽപ്പിക്കാൻ മിടുക്കുള്ള ആളുകളായി മാത്രം മാറരുത്. നല്ല കണ്ടറിഞ്ഞിട്ടുള്ള സ്നേഹവും സഹകരണവും അതിലൂടെയാണ് കുടുംബജീവിതം പടുത്തുയർത്തേണ്ടത്. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ജബലുന്നൂറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ആ മഹദിക്ക് തടസ്സങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. നിങ്ങൾ നോക്ക്, ഒരു ദിവസം ഖദീജ റളിയല്ലാഹു അൻഹ കയറാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മലയുടെ ഒത്ത നടുവിലായിട്ടൊരു രൂപം കാണുന്നു. രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ നീണ്ട രൂപത്തിൽ കൈയൊക്കെ വിശാലമായി പിടിച്ച് കണ്ടാൽ പേടി തോന്നുന്നൊരു ആൾ രൂപം. അത് കണ്ടപ്പോ മഹദി തായ് ഭാഗത്തുനിന്നൊരു നോട്ടം നോക്കി ഒന്ന് പതുങ്ങി. ആരാണ് ഇവിടെ വഴി തടയാൻ വന്നത്? ഏതായാലും കയറാൻ തീരുമാനിച്ചു. അവിടെ എത്തുമ്പോ നേരിടാമെന്ന് കരുതി. തായ് ഭാഗത്തുനിന്ന് കണ്ട ദൃശ്യം അവിടെ എത്തുമ്പോൾ പിന്നെ കാണുന്നില്ല. മുകളിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒത്ത നടുവിൽ, ഈ മലയുടെ നടുവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. രണ്ട് ഭാഗത്തേക്കും ചിറക് വിടർത്തി പിടിച്ച രൂപമാണ് കണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, അതാക്ക ജിബ്രീൽ അലൈഹിസ്സലാം. അത് ജിബ്രീലാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ സ്നേഹത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന രൂപമല്ല. അതുകൊണ്ടാണ് നേരിടാൻ കുറച്ച് നേരം കൊണ്ട് കയറിയത്. ആ കണ്ടറിഞ്ഞ സ്നേഹത്തിന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് സംഭാവന കിട്ടിയിട്ടുണ്ട്. പ്രാഥമികത്വം കിട്ടിയ സംഭാവനകളാണ്. ഒരിക്കൽ മലയുടെ മുകളിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു ചെറിയ പൊത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന ഉറവിൽ നിന്ന് വെള്ളം ഇങ്ങനെ ശേഖരിച്ചുകൊണ്ട് തങ്ങളതെടുത്ത് കൈ കഴുകുന്നു, മുഖം കഴുകുന്നു, കൈമുട്ടുവരെ കഴുകുന്നു, കാല് കഴുകുന്നു. ഈ രൂപമൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് വെച്ചു, ഇതെന്താ നബിയെ പണി? ഇതുവരെ കാണാത്തൊരു പണിയാണല്ലോ, പുതിയതാണല്ലോ. ഇത് ഉളു ആണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പഠിപ്പിച്ചെന്ന ഉളു ആണ്. എന്നാ എനിക്കും അത് പഠിപ്പിച്ചു തരണം, ഞാനും ഉളു എടുക്കട്ടെ. അവ്വലു മൻ തവല്ലഅ മഅഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആദ്യമായി ഉളു എടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹദി സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീകൾക്കാണ്, സ്ത്രീകളെ കൂട്ടത്തിൽ നിന്നാണ് ഇതിൽ പ്രാഥമികത്വം കിട്ടുന്നത്. പിന്നൊരിക്കൽ പോയി നോക്കുമ്പോ ആ ചെറിയ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിസ്കരിക്കുന്നത് കാണുന്നു. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ നമ്മുടെ എല്ലാ ഉമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹ പിന്നെ പോയി നോക്കുമ്പോ ആ ചെറിയ സ്ഥലത്ത് നിസ്കരിക്കുന്നു. ഒരാൾക്ക് നിസ്കരിക്കാൻ പാകത്തിലൊരു സ്ഥലമാണ്. അവിടെ ഇരുന്ന നേരെ നോക്കിയാൽ കഅബത്തുൽ മുശറഫ കാണും.
കാബ കണ്ടിട്ട് ദ്വാരക്കാൻ പറ്റുന്ന ഒരു ഉയർന്ന സ്ഥലമാണ്. അവിടെ നിസ്കരിക്കൽ സുന്നത്തുണ്ട്, ദ്വാരക്കൽ സുന്നത്തുണ്ട്. സ്ഥലം കണ്ടു പോന്നാ പോരാ, പോകുന്ന ആളുകൾ അടക്കം നിസ്കരിക്കലും ദ്വാരക്കലൊക്കെ പ്രത്യേകം പുണ്യമുണ്ട്, സുന്നത്തുണ്ട്. അവിടെ നിസ്കരിക്കുന്നത് കാണുന്നു. ഫർദ് നിസ്കാരല്ലേ സുന്നത്ത് നിസ്കാരം? ഫർദ് നിസ്കാരത്തിന്റെ മുമ്പ് അല്ലാഹു തആല ശറഅാക്കിയ നിയമമാക്കിയ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം കുറയാൻ പാടില്ല. ഫർദ് നിസ്കാരം പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നിയമമാക്കിയത്. ആദ്യം വന്ന നിസ്കാരങ്ങളിൽ പെട്ടതാണല്ലോ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ. അപ്പൊ നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇതെന്താ പുതിയൊരു പണി? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇത് നിസ്കാരമാണ്, സ്വലാത്താണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പഠിപ്പിച്ചെന്നതാണ്. എനിക്കും അത് അറിയണം, എനിക്കും വേണം നിസ്കരിക്കാൻ. സുന്നത്ത് നിസ്കാരങ്ങളാണ് ഖദീജ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചത്. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട രൂപത്തിൽ അത് നിർവഹിക്കപ്പെട്ടത് സംഘടിതമായിട്ടും മറ്റേ രൂപത്തിലും പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ വെച്ച് ഇസ്രാ നടന്നെങ്കിലും അതിന്റെ യഥാർത്ഥ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നത് മദീനയിൽ വെച്ചാണ്. ജുമുഅ നടപ്പിലായത് മദീനയിൽ വെച്ചാണ്. ചുരുങ്ങിയ നിസ്കാരങ്ങളെ മക്കയിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ, ഫർള് നിസ്കാരങ്ങൾ. ആ നിസ്കാരം ഫർളാകുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഭൂമി ലോകത്തില്ല, മഹദി വഫാത്തായിട്ടുണ്ട്. അപ്പൊ സുന്നത്ത് നിസ്കാരമാണ് നിസ്കരിച്ചത്, അത് പഠിപ്പിച്ചു കൊടുത്തു, മഹദി നിസ്കരിച്ചു. അവ്വലു മൻ സ്വല്ലാ മഅഹു, തങ്ങളോടുകൂടെ ആദ്യമായി നിസ്കരിച്ചത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ് നിസ്കരിച്ചത്. വലിയ ഭാഗ്യമാണ് കിട്ടിയത്. ആ സ്നേഹത്തിന് സഹോദരിമാരെ വലിയ സംഭാവനയാണ്, സമ്മാനമാണ് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലേക്ക് ചേർത്തി നോക്കുമ്പോ പഴയ കാലത്തുണ്ടായിരുന്നു. ഉപ്പയെ കാത്തിരിക്കുന്ന ഉമ്മ ഭക്ഷണം കഴിക്കാതെ ചായ കുടിച്ച് മദ്ഹ് ചൊല്ലി മൗലിദോതി മാലയോതിയിട്ട് ഉപ്പയെ കാത്തിരിക്കുന്നു. ഉപ്പ എവിടേക്ക് പോയതാ? റാത്തീബിന് പോയതാണ്. ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നില്ലേ, ഞാൻ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം. അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കുന്ന എന്താ? ഉപ്പ വരാതിന് മുമ്പ് ഉമ്മ ഭക്ഷണം കഴിച്ചാല് അവിടെ മൂലയില്, വീട്ടിന്റെ ഒരു മൂലയിൽ ഒരു വടി ഉണ്ട്, ആ വടി കൊണ്ട് അടി കിട്ടും. അതുകൊണ്ട് അല്ലല്ല, ഉമ്മയിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കുന്ന സ്നേഹാണത്. ഇപ്പൊ വരാൻ കാത്തിരിക്കുക. ഭക്ഷണം അവിടെ റെഡിയാണ്, കഴിച്ചാല് വിരോധമൊന്നുമില്ല, ചീത്ത അറിയൊന്നുമില്ല, കഴിച്ച് കിടക്കാലോ, ടൈമായില്ലേ. ഇപ്പൊ വരും, ഒരു 11 മണിയാകുമ്പോഴത്തേന് ഉപ്പ വരും. റാത്തീബിന് വരാൻ കാത്തിരിക്കുക. മക്കളൊക്കെ 9 മണിയാകുമ്പോ അവര് പായിക്കാളൊക്കെ വായിച്ച് ഭക്ഷണം കഴിച്ച് അവർ കിടക്കുകയാണ്. നിങ്ങൾ കഴിക്കുന്നില്ലേ ഉമ്മ? ഇല്ല, ഞാൻ ഉപ്പാനെ കാത്തിരിക്കുക. ഈ ഉപ്പാനെ കാത്തിരിക്കുന്ന ഈ ഒരു സ്നേഹത്തിന്റെ സ്വഭാവം ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സഹനവും ഒരു സ്നേഹവും പിന്നീട് വരികയാണ്. അവരത് മാതൃകയാക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സഹനം അവരെ മനസ്സിൽ വരുന്നു, കണ്ടറിയുന്നു. അവര് ഉമ്മ അങ്ങനെ കാത്തിരിക്കുന്നു. ആ ടൈമിലൊക്കെ ഉമ്മ എന്ത് ചൊല്ലുന്നു? മൗലിദുകൾ ചൊല്ലുന്നു, ചിലപ്പോ മാലകൾ ചൊല്ലുന്നു, ദിക്റ് ചൊല്ലുന്നു, ചെറിയ ഭക്ഷണം, ലഘുഭക്ഷണങ്ങളോ കഴിക്കും. 11 മണിക്ക് ഉപ്പ എത്തുമ്പോ ഉപ്പാന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, വിളമ്പിക്കൊടുത്ത് അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇത് മക്കളൊക്കെ കണ്ടുപഠിച്ചിരുന്ന ഒരു കാലം നാട്ടിലുണ്ടായിരുന്നു അല്ലെ? ഇപ്പത്തെ ഹാലിൻക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ വേണം, അതൊരു സ്നേഹത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് ഒരാൾ ഒരുപാട് നേരം പട്ടിണി കിടക്കണം എന്നല്ല, പട്ടിണിയായി തോന്നൂല. അതൊന്നും പട്ടിണിയായി തോന്നൂല. ഒരു സ്നേഹിതന് വേണ്ടി സഹിക്കാൻ പറ്റുന്നൊക്കെ സഹിക്കും. യഥാർത്ഥത്തിൽ ആ സ്നേഹം വരും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മലയുടെ മുകളിലേക്കുള്ള ഈ കയറ്റം ഓരോ ദിവസവും ഇങ്ങനെ തുടർന്ന് വന്നപ്പോൾ ഒരു ദിവസം മഹദി തായ് ഭാഗത്ത് ഭക്ഷണപാത്രവുമായി എത്തി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകൾ ഭാഗത്തുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി ഖദീജത്തു അത്തത്ക ബിത്ത്ആം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരു സലാം ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഖദീജ ബീവിക്ക് ഒരു സലാം കൊടുത്തയച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹബ്ബത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ, സഹകരണത്തിന്റെ പേരിൽ, കണ്ടറിഞ്ഞ് നടത്തിയ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സമ്മാനമാണ് ഈ സലാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുകളിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ സലാമിന്റെ വിഷയം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്, അള്ളാഹു നിങ്ങൾക്കൊരു സലാം കൊടുത്തയച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ ആ സലാം കേൾക്കുകയാണ്. മഹദി പറയുന്നു, ഇന്നല്ലാഹ ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം.
അല്ലാഹു തആല തന്നെ സലാമാണല്ലോ, അള്ളാഹ്ക്കൊരു സലാം തിരിച്ചു മടക്കേണ്ടതില്ലല്ലോ. നിങ്ങൾക്കും ഈ സലാം കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും അല്ലാഹ് സലാമത്ത് നൽകട്ടെ ദുആ ചെയ്തു കൊടുക്കുന്നു. ഈ സ്നേഹത്തിന്റെ മാർഗമായി പിൻബലമായി വബശ്ശറഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, ഇതേ രൂപത്തിലുള്ള സ്നേഹമസർണമായ ജീവിതം നയിച്ചതുകൊണ്ട് സ്വർഗത്തിൽ നല്ലൊരു ഭവനം ഉണ്ടെന്ന് അല്ലാഹ് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ലാ നസബ ഫീഹാ വലാ വസബ, അവിടെ ക്ഷീണമില്ല, പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല, നല്ല സന്തോഷമുള്ളൊരു ഭവനമുണ്ട്. എന്താണ് ആ ഭവനം കിട്ടാനുള്ള കാരണം? അതുല്യമായ സ്നേഹമാണ്. 25 വർഷക്കാലം ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ സ്നേഹത്തെ പറ്റി പിൽക്കാലത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അനുസ്മരിക്കാറുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാത്ത ദിവസങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. നന്നേ ചെറുപ്പക്കാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ വീട്ടിൽ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 9 ദിവസത്തിൽ ഒരു തവണ വീട്ടിലേക്ക് വരുമ്പോ എല്ലാ ദിവസവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ 25 വർഷത്തെ ജീവിതത്തിലെ ഓരോ ഏടുകൾ ഇങ്ങനെ അനുസ്മരിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ സന്ദർഭം നബി തങ്ങൾക്ക് വലിയ വിഷമുണ്ടായി. ഭർത്താവ് വിഷമം വരുമ്പോ ഭാര്യയ്ക്ക് വിഷമമുണ്ടാകുന്നതും, ഭാര്യയ്ക്ക് വിഷമം വരുമ്പോൾ ഭർത്താവിന് ദുഃഖമുണ്ടാകുന്നതും സങ്കടമുണ്ടാകുന്നതും സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. എന്തോ ഒരു ചെറിയ അപാകതയ്ക്ക് വേണ്ടി നമ്മുടെ ഭർത്താവിന്റെ ഭാര്യയുടെ ഉപ്പ വീട്ടിൽ വന്നിട്ട് അവരോട് 1-2 വർത്തമാനങ്ങൾ കുറച്ച് കടുപ്പിച്ചു പറഞ്ഞപ്പോ ഭാര്യ കരഞ്ഞു. കരഞ്ഞപ്പോ നമ്മളെ ഭാഷ എന്താ? എന്നോട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ശരിക്ക് വേണ്ട, എനിക്ക് 2 തരിക വേണ്ടത്. ഇപ്പൊ പറഞ്ഞ വാക്കിൽ ഒതുക്കി ആ പറഞ്ഞപ്പോ അങ്ങനെ കരയണത് അല്ല, അവരെ മനസ്സ് ഒന്നുകൂടി നോവിക്കല്ല, ആ മനസ്സ് ഒന്നുകൂടി സ്നേഹത്തിന് വേണ്ടി അടുപ്പിക്കാണ് വേണ്ടത്. ഒന്നുകൂടി അവരോട് നമ്മൾ അടുത്തുകൊണ്ടവരെ മനസ്സിന്റെ സ്നേഹവും സന്തോഷവും നിലനിർത്തുകയാണ് വേണ്ടത്. ബാപ്പ അടിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ അങ്ങനെ കരയുന്നത്? അങ്ങനെയല്ല. ബാപ്പയിൽ നിന്ന് കേട്ട വാക്ക് ഒരു പക്ഷെ അടിയേക്കാൾ പ്രഹരമുണ്ടാവും, വേദന ഉണ്ടാവും. വാക്കുകൾക്ക് അങ്ങനെയാണല്ലോ, അടിച്ചാല് അത് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ വേദന തണുത്തുപോയി. പക്ഷെ പറഞ്ഞ വാക്ക് കുറച്ച് മൂർച്ചുള്ള വാക്കാണെങ്കിൽ അതിന്റെ സങ്കടം ചെറുതൊന്നാകൂല. അപ്പൊ അതിൽ വിഷമിച്ചുകൊണ്ട് നമ്മുടെ ഭാര്യ കരയുമ്പോ ഉപദേശിച്ചതാണ്, കുറച്ച് കട്ടിയിൽ കനത്തിലാ ഉപദേശിച്ചത്. ആ ഉപദേശം ഇത്രയും കാലം ബാപ്പ പറയാത്തൊരു ഉപദേശമാണ് ഇപ്പൊ പറഞ്ഞ്, അതുകൊണ്ട് കരഞ്ഞു. കരഞ്ഞപ്പോ അപ്പുറത്ത് നമ്മൾ സമാധാനിപ്പിക്കണം, അവരോട് സ്നേഹം പങ്കിടണം. അങ്ങനെയാണ് മാതൃക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തമ്മിൽ ചെറിയൊരു സ്വരച്ചേർച്ച ഉണ്ടായപ്പോ അതിനൊരു മസ്ലഹത്ത് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് അൻഹു വന്നോട്ടെ, വാപ്പല്ലേ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മസ്ലഹത്ത് പറയുന്ന ആള് 2 പക്ഷവും കേട്ടിട്ടാണല്ലോ മസ്ലഹത്ത് പറയാം. അങ്ങനെ നാട്ടിലെ പതിവ്, 2 ഭാഗവും കേൾക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബീവി ആദ്യം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞോട്ടെ, ആരാ പറയേണ്ടത്? ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പറഞ്ഞേ തങ്ങൾ തന്നെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് പൊതുവെ ഒരു വാക്ക് ഏറെ വന്നു. പറയാൻ നബി തങ്ങൾ തന്നെ പറഞ്ഞോട്ടെ, പക്ഷെ ഉള്ളതേ പറയാവൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് സഹിച്ചില്ല, ഒറ്റ അടി കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു വാക്കാണ്. ബാപ്പ പഠിപ്പിക്കുന്നത് അദബാണ്, സ്വന്തം മകളെയാണ് അത് പഠിപ്പിക്കുന്നത്. ഒറ്റ അടി കൊടുത്തു. അടി കൊടുത്തപ്പോ കരഞ്ഞത് ആരാന്നറിയോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ കരഞ്ഞത്. തങ്ങൾക്കാണ് വേദനിച്ച്. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ നിങ്ങൾ അടിക്കണ്ട, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങൾ അടിച്ചതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ബാപ്പക്ക് മകളെ അത് പഠിപ്പിക്കാനുള്ള അവകാശമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. എന്താ നീ പറഞ്ഞ വർത്തമാനം? അള്ളാഹുവിന്റെ റസൂലിനോട് ഉള്ളതേ പറയാവൂന്നോ? സിദ്ദീഖ് തങ്ങൾക്ക് ഒരിക്കലും ദഹിക്കാത്ത വർത്തമാനമാണത്. അതേ, സ്ത്രീകളിൽ നിന്ന് ചില വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ ഏറെയായി വരും.
അത് അവർക്ക് നമ്മളോട് സ്നേഹമില്ലാന്ന് കണക്കൂട്ടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായിട്ട് നമ്മളെ സ്നേഹം പരിശോധിക്കാനും നമ്മളെ ക്ഷമ പരിശോധിക്കാനും അങ്ങനെ ചില വർത്തമാനങ്ങൾ അവരിൽ നിന്ന് കൊണ്ടുവരും. അത് സ്വീകരിക്കേണ്ട ഭാഷയിൽ സ്വീകരിച്ചാൽ മതി, അതിന് കേടൊന്നും പറയരുത്. ചിലപ്പോ അങ്ങനെ ചില ക്രോസുകളൊക്കെ വരും, അതൊരു പതിവാണ്. അതുകൊണ്ട് അവരെ എതിർത്തുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് തട്ടുത്തരേ പറയാവുണ്ടാവുള്ളൂ എന്ന് പറയരുത്. ഒരു പ്രകൃതിപരമായിട്ടുള്ളൊരു സ്വഭാവം അങ്ങനെ ഉണ്ട്. എത്ര വിഷമാവസ്ഥയിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. ആ കൂട്ടത്തിൽപ്പെട്ടൊരു വാക്കാണിത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടിക്കണ്ട, ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോളി. മസ്ലഹത്തായ അതോടുകൂടെ വേദനിച്ചു പോയി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ എന്നും പറഞ്ഞു കൊടുക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റവും സങ്കടം വന്നൊരു നിമിഷം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടം വന്നു, കരഞ്ഞുപോയി തങ്ങൾ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പൊ തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോ എന്തിനാ കരയുന്നതെന്ന് വെച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ വാക്കുകൾ ഇങ്ങനെ പറയാൻ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചപ്പോ തങ്ങൾ അടുത്തിരുന്നു കൊണ്ട് അണച്ചുകൂട്ടി പിടിച്ചു, സ്നേഹത്തോടെ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തേ വിഷമുണ്ടായത്? ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒന്നുമല്ല നബിയെ, ഒരു സങ്കടം ഇങ്ങനെ തികട്ടി വന്നപ്പോ കരച്ചിൽ വന്നുപോയി. ഞാൻ ഇങ്ങനെ കിടക്കുന്നിടത്ത് എഴുന്നേറ്റിരുന്നപ്പോ എന്റെ സ്തനഭാഗത്ത് നിന്ന് പാൽത്തുള്ളികൾ പുറത്തേക്ക് ഇങ്ങനെ 1-2 ഇറ്റി വീണു. മുലയിൽ നിന്ന് പാലുറ്റി വീണപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ മുല കുടിക്കുന്ന കുട്ടി അതിന്റെ പ്രായം കഴിയാതെയല്ലേ മരണപ്പെട്ടു പോയത്. ആ കുട്ടി മുലകുടി പ്രായം കഴിഞ്ഞിട്ട് മരണപ്പെട്ടാൽ മതിയായിരുന്നല്ലോ എന്നെന്റെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. ആ കരച്ചിൽ അങ്ങനെ കണ്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിഷമം വന്നു, ദുഃഖം വന്നു. തങ്ങളത് സമാധാനിപ്പിക്കുന്നു, ഖദീജ ഒട്ടും വിഷമിക്കേണ്ടതില്ല, ഇന്നലഹു മുർളിഅൻ ഫിൽ ജന്ന, ആ കുട്ടിക്ക് സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട്, സ്വർഗത്തിൽ മുലയൂട്ടുന്നൊരു മാതാവുണ്ട് നമ്മുടെ മോന്. ഇപ്പോഴും സ്വർഗത്തിൽ അല്ലാഹു ഒരു മാതാവിനെ അങ്ങനെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ ചോദിച്ചു, ആ കുട്ടിക്ക് മുലയൂട്ടുന്ന രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട, വലാകിന്നി ഉസദ്ദിഖുല്ലാഹ വറസൂലഹു, പറഞ്ഞാൽ തന്നെ എനിക്ക് വിശ്വാസമാണ്. കരച്ചിൽ നിന്നു, സമാധാനമായി. ഒരു കരച്ചിൽ വരുമ്പോഴേക്ക്, സങ്കടം വരുമ്പോഴേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരവുമായി എത്തുന്നു. അത് സ്നേഹ ജീവിതത്തിന്റെ ഒരു അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ചതിന്റെ പേരിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ സ്ഥാനം കമാലിയത്താണ്, പരിപൂർണതയാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് കമാലിയത്ത് നേടുന്നവർ വളരെ കുറവാണ്. പക്ഷെ ആ കുറവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു മെമ്പറായി ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മാറുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് ഈ മഹത്വങ്ങൾ അങ്ങനെ പറഞ്ഞ് പലപ്പോഴും ഇതിങ്ങനെ കേൾക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് ചരിത്രത്താളുകൾ ഇങ്ങനെ കേൾക്കും. ഒരിക്കൽ മഹദി ചോദിച്ചു, ഹൽ കാനത്ത് ഇല്ലാ അജൂസ, നബിയെ ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങേറ്റത്തെ പ്രായമുള്ളൊരു വൃദ്ധയായിരുന്നില്ലേ? തങ്ങൾ കല്യാണം കഴിക്കുമ്പോ തന്നെ 40 വയസ്സുണ്ട്. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ 65 വയസ്സുണ്ട്. അങ്ങേറ്റത്തെ പ്രായത്തിലല്ലേ തങ്ങൾ കല്യാണം കഴിച്ചത്? അത് കേൾക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി അതേ എന്നല്ല, മാ അബ്ദലനില്ലാഹു ഖൈറം മിൻഹാ, ആ ഖദീജ ബീവിക്ക് പകരം വെക്കാൻ പറ്റുന്നൊരു പെണ്ണിനെ അല്ലാഹു എനിക്ക് വേറെ തന്നിട്ടില്ല. 9 പേരും ഖദീജ ബീവിക്ക് പകരാകൂല. എന്റെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എനിക്ക് തന്ന സ്നേഹങ്ങൾ ലോകത്തതിന് തുല്യതയില്ല. ഈമാന് കൂട്ടുന്ന നേരത്ത്, മുഅ്മിനീങ്ങളെ കണക്ക് കൂട്ടുന്ന നേരത്ത് അതിൽ ആദ്യത്തെ മെമ്പർഷിപ്പ് വാങ്ങിയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. പുരുഷന്മാരിൽ നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. നിരുപാധികം പറഞ്ഞാൽ ആദ്യത്തെ മെമ്പർ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ആ സ്ഥാനം കിട്ടി.
അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത് ആമനത്തു ബി ഇത് കഫറനിന്നാസ് വസദ്ദഖതിനി ഇത് കദബനിന്നാസ്. ജനങ്ങൾ പലരും എന്നെ കളവാക്കിയപ്പോ എന്നെ വിശ്വസിച്ചു എന്റെ ഖദീജ. ആളുകൾ ഞാൻ പറയുന്ന ആശയം സ്വീകരിക്കാതെ നിഷേധിച്ചപ്പോ പൂർണ്ണമായും അത് ഈമാൻ കൊണ്ട് ഏറ്റെടുത്തുപോയി. വവാസത്തിനി ബിമാലിഹാ ഇത് ഹറമനിന്നാസ്. എനിക്കൊന്നും തരരുത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോ സമ്പത്ത് തന്നിട്ട് എന്നോട് വലിയ സഹകരണം പാലിച്ചു. ജീവിതത്തിലുണ്ടായ സമ്പത്ത് മുഴുവനും എനിക്കാണ് ആ മഹദി തന്നത്. അതേ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും. സൈനബ് ബീവിയെ കല്യാണം കഴിച്ചത് അബുൽ ആസ് ഇബ്നു റബീഅ ആണ്. ഇസ്ലാമിൽ നിയമത്തിൽ ചെറിയൊരു ഭേദഗതി വരുന്നതിന്റെ മുമ്പ്, അതേ മുശ്രിക്കുകളുമായുള്ള വിവാഹം വിലക്കപ്പെടുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു വിവാഹം നടന്നിരുന്നു അബുൽ ആസുമായിട്ട്. അബുൽ ആസ് ബദറിലേക്ക് പോകുമ്പോ അബൂജഹലിന്റെ കൂടെയുണ്ട്. മുശ്രിക്കുകൾ പറഞ്ഞു, അബുൽ ആസേ, നിങ്ങൾ യുദ്ധത്തിന് വരുന്നത് ആരോടാന്നറിയോ? ബദറിലേക്ക് വരുന്നത് നിങ്ങളുടെ അമ്മോശനുമായിട്ട് ഏറ്റുമുട്ടാനാണ്. അതുകൊണ്ട് ആ മോളെ ഒന്ന് ത്വലാഖ് ചൊല്ലണം. അബുൽ ആസ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, അത് മാത്രം കേൾക്കൂല. സൈനബ് ബീവിയെ ത്വലാഖല്ല നിങ്ങൾ എന്നോട് പറയരുത്, അത് നടക്കൂല. വേറെ നിങ്ങൾക്ക് എന്തും പറയാം. അതെന്താ? അത് ഈ ഹിജാസിന്റെ പ്രവിശ്യകളിൽ എവിടെ പോയാലും അതുപോലെ സ്നേഹം നൽകാൻ പറ്റുന്ന, സഹകരണം തരാൻ പറ്റുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ആ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഈ സ്നേഹവും സഹകരണവും പഠിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ നിന്നാണ്. അവരിൽ നിന്നാണ് ആ സ്നേഹം പഠിച്ചത്. അവരിൽ നിന്നാണ് ആ ജീവിതം പകർത്തുന്നത്. നമ്മളും പഠിക്കേണ്ടത് അങ്ങനെയാ. നമ്മളെ സ്നേഹം എങ്ങനെയാണോ അങ്ങനെയാകും മക്കളെ സ്നേഹവും. മക്കളെ വീട്ടിലേക്ക് മൊഴി ചൊല്ലിക്കൊണ്ടുവരുമ്പോ ആദ്യം ബാപ്പയും ചിന്തിക്കേണ്ടത്, പഠിച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെ പേച്ചുന്ന അവിടെ ചിന്തിക്കേണ്ടത്. എന്റെ മോളെ എവിടെ പേച്ചെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ സ്നേഹ സഹകരണത്തിൽ എവിടെ പേച്ചെന്നാ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ അവിടെയാണ് വിലയിരുത്തേണ്ടത്. നല്ല ദീനും ഖുലുഖും മക്കൾക്ക് എങ്ങനെയാ കൊടുക്കേണ്ടത്? ജീവിതത്തിലൂടെ കാണിച്ച് പകർത്തി കൊടുക്കണം ശരിക്ക്. അപ്പോഴാണ് ആ കുടുംബത്തിലുള്ള ഓരോ മെമ്പർമാരും ആ സ്നേഹവും ആ സ്വഭാവവും ആ ജീവിതവും പകർത്തുന്നത്. നമ്മളെ ജീവിതത്തിൽ അവർക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും വിമർശനങ്ങളാണെങ്കിൽ അനുകരിക്കാനൊന്നും ഉണ്ടാകൂല. വിമർശനങ്ങൾ മാത്രമാണെങ്കിൽ ഇങ്ങനെയാണ് മാത്രം പറഞ്ഞാൽ പോരാ. എന്റെ ബാപ്പ, എന്റെ ഉമ്മ, അവര് സ്നേഹിക്കുന്ന ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ആവർത്തനമായിരുന്നു. അതുകൊണ്ടാണ് അബുൽ ആസ് പറഞ്ഞത്, ത്വലാഖ് ചൊല്ലിക്കാൻ പോരൂല. ഞാൻ നിങ്ങളെ കൂടെ പോരുന്നുണ്ട്, പക്ഷെ ത്വലാഖ് ചൊല്ലൂല. അത് നിങ്ങൾ എന്നോട് പറയരുത്. ബദറിലെത്തി, എല്ലാം കഴിഞ്ഞു. അബുൽ ആസ് ഇബ്നു റബീഅ തടവറയിലാണ്, തടവുകാര കൂട്ടത്തിലാണ്. ഓരോരുത്തരും അവരുടെ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യം കൊണ്ടുവരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. എല്ലാവരും മോചനദ്രവ്യം കൊടുത്തേക്കണം. അപ്പൊ അബുൽ ആസിനാരാ മോചനദ്രവ്യം കൊടുത്തേക്കാൻ? വീട്ടിൽ ഭാര്യയുള്ളത്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ തീരുമാനിക്കുന്നു, എന്റെ ഭർത്താവിനെ എനിക്ക് മോചിപ്പിക്കണം. കഴുത്തിലണിഞ്ഞ മാല ഒരു പേപ്പറിലാക്കി പൊതിഞ്ഞിട്ട് കൊടുത്തേക്കുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി മാല കൊടുത്തേക്കുന്നു. ഈ മാല ആരുടേതാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ അവസാനം ഉണ്ടായിരുന്ന ഒരേ ഒരു ആഭരണമാണ് ആ മാല. അത് കൊടുക്കട്ടെയോ, മകൾക്ക് കൊടുക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ സമ്മതിച്ചു. അങ്ങനെയാണ് സൈനബ് ബീവിക്ക് അത് കൊടുത്തത്. ഒരൊറ്റ ആഭരണം മാത്രമാണ് സൈനബ് ബീവിയുടെ ശരീരത്തിലുള്ളത്, ഒരു മാല മാത്രമാണ്. കയ്യിൽ വളകളില്ല, കാലിൽ പാദസ്വരമില്ല, അരയിൽ അരിഞ്ഞാണമില്ല, മോതിരമില്ല, മറ്റു കാതിലാഭരണങ്ങളില്ല, വേറെ ചെയിനുകളൊന്നുമില്ല. ഒരേ ഒരു മാല മാത്രമാണ്. ആ മാല പൊതിഞ്ഞു ക്ലിയർ ആക്കിയിട്ട് ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതെന്റെ ഉപ്പാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. ഭർത്താവിനെ മോചിപ്പിക്കാനുള്ള മോചന ദ്രവ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊതി ഇങ്ങനെ കെട്ടയിച്ചിട്ട് മാല കണ്ടപ്പോൾ തങ്ങൾ അറിയാതെ കരഞ്ഞുപോയി. സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ കരഞ്ഞത്? ഈ മാല കണ്ടപ്പോൾ
എന്റെ ഖദീജ എനിക്ക് ഓർമ്മ വന്നുപോയി. അവസാനം എന്റെ മഹദിയുടെ ഖദീജ ബീവിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഭരണമാണിത്. നേരത്തെ ഒരുപാട് ആഭരണങ്ങളുണ്ട്, അതൊക്കെ ഇസ്ലാമിന് വേണ്ടി തന്നുപോയി. ഈ ഒരു മാല സൈനബ് ബീവിക്ക് കൊടുക്കട്ടെ എന്ന് എന്നോട് ചോദിച്ച്, മകൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള അവസാനത്തെ മാലയാണ് ഇത്. കഴിഞ്ഞാൽ പിന്നൊരു ഒരു ആഭരണം വേറെ ഇല്ലായിരുന്നു. ആ മാല വേണോ അബുൽ ആസിനെ മോചിപ്പിക്കാൻ? ഈ മാല വേണോ? എന്റെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഓർമ്മപ്പെടുത്തിയ മാല വേണോ? അബുൽ ആസിനെ തടവിലാക്കി ആളുകൾ പറയുന്നു, വേണ്ട നബിയെ, സൗജന്യമായി മോചനം നൽകാം. ഈ മാല വേണ്ട, അബുൽ ആസിനെ മോചിപ്പിക്കാൻ സൗജന്യമായി മോചനം നൽകാം. അബുൽ ആസിനെ സൗജന്യമായി മോചനം കൊടുത്ത് അബുൽ ആസ് പോകുമ്പോ തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, അബുൽ ആസേ, ഇത്രയും കാലം എന്റെ മകള് നിങ്ങളെ കൂടെയാ ജീവിച്ചത്, ഞാനൊരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ മകളെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം, മദീനയിലേക്ക് പറഞ്ഞേക്കണം. ഇനി നിങ്ങളെ കൂടെ ജീവിക്കുന്നത് ശരിയില്ല. അബുൽ ആസ് മക്കയിലേക്ക് പോകുന്നത് വലിയ വിഷമത്തോടെ. ഒരു നിലക്ക് ചെറിയൊരു സന്തോഷമുണ്ട്, മോചനം കിട്ടി എന്നുള്ളതിൽ. പക്ഷെ മനസ്സിൽ കടുത്ത വിഷമുണ്ട്. സൈനബ് ബീവിയെ പിരിയാനാണല്ലോ പോകുന്നത്. ജീവിതത്തിൽ ചിന്തിക്കാത്തൊരു വിഷയമാണ്. ശത്രുക്കൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും സൈനബ് ബീവിനെ തൊലാക്കല്ലിട്ടില്ല. ആ മഹദിയുടെ കൂടെയാണ് ഇത്രയും കാലം ജീവിച്ചത്. ഇനിയിപ്പോ സ്വന്തം ഉപ്പ തന്നെ പറഞ്ഞേക്കാൻ വേണ്ടി പറയുമ്പോ വേറെ മാർഗമൊന്നുമില്ലല്ലോ. വീട്ടിലെത്തിയ അബുൽ ആസിന്റെ മുഖത്തുള്ള വിഷമം സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വായിച്ചെടുത്തു. ചോദിച്ചു, നിങ്ങളെ മുഖത്ത് വലിയൊരു വിഷമമുണ്ടല്ലോ, എന്താണ്? മോചനം കിട്ടി സന്തോഷത്തോടല്ലേ പോരുന്നത്, പിന്നെന്താ വിഷമം? അബുൽ ആസ് പറഞ്ഞൊരു വിഷമമുണ്ട്, നിങ്ങളോട് മദീനയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയും ഒരു കണക്കിന് വിഷമത്തിലാണ്. മറ്റൊരു രംഗത്ത് സന്തോഷമുണ്ട്, മദീനയിൽ ഉപ്പയുണ്ട്, സഹോദരിമാരുണ്ട്, ഫാത്തിമ ബീവി മറ്റൊക്കെ ഉണ്ട്. സന്തോഷമുണ്ടെങ്കിലും ഭർത്താവിനെ വേർപിരിയണം എന്ന നിലക്കൊരു ദുഃഖമുണ്ട്. അങ്ങനെ ആ നിർദ്ദേശത്തിന് വഴങ്ങിയിട്ട് അബുൽ ആസ് സ്വന്തം സഹോദരൻ കിനാനെ വിളിച്ചിട്ട് പറഞ്ഞു, കിനാന, എന്റെ ഭാര്യയെ നീ മദീനയുടെ അതിർത്തിയിലേക്ക് എത്തിക്കണം. അവിടെ അലി റളിയല്ലാഹു അൻഹു കൂട്ടരെ കാത്തു നിൽക്കുന്നുണ്ടാകും, അവരെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നാൽ മതി. കിനാനെ ഒരു വാഹനത്തിൽ, സൈനബ് ബീവി ഒരു വാഹനത്തിൽ പോയി. ഈ രംഗം കണ്ട ഉടനെ തന്നെ അബുൽ ആസ് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പമായിരുന്നു, പക്ഷേ ഞാനിപ്പോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. എന്റെ ഭാര്യയായ സൈനബ് ബീവിയെ നിങ്ങൾ വഴിതടയരുത്. നിങ്ങൾക്കറിയില്ലേ, ഞാൻ അമ്പെയ്ത്തുകാരനാണ്. അമ്പെയ്ത് കൊണ്ട് നിങ്ങളെ ആളുകളെ മുഴുവനും ഞാൻ തുരത്തിക്കളയും. സൈനബ് ബീവിയെ വിട്ടേക്കണം, സമാധാനപരമായി പോകാനേക്കണം. എന്റെ ഭാര്യയെ നിങ്ങൾ തടഞ്ഞാൽ ഞാൻ നിങ്ങളെ പക്ഷത്ത് നിൽക്കൂല. എന്റെ ഭാര്യയോടുള്ള സ്നേഹം എനിക്കൊട്ടും കുറവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞപ്പോൾ വരെ ഞാൻ ത്വലാഖ് ചൊല്ലാതിരുന്നത്. എന്റെ ഭാര്യക്ക് മാർഗ തടസ്സം ആരും സൃഷ്ടിക്കരുത്. വളരെയധികം കർശനമായിട്ട് അബുൽ ആസ് പറഞ്ഞപ്പോൾ രംഗം അബുൽ ആസ് ആ വിഷയത്തിൽ ഈ ചെയ്ത ആളുകളോട് എതിർപ്പിലാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. നേരെ പിറ്റേന്ന് അബുൽ ആസ് അതാ മദീനയിലേക്ക് വരുന്നു. പിറ്റേന്ന് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വന്ന പിറ്റേന്ന് മദീന പള്ളിയിൽ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ പുറത്തിറങ്ങുമ്പോ വാതിലിന്റെ അടുത്ത് വന്നു നിൽക്കുന്നു മകള് സൈനബ് റളിയല്ലാഹു അൻഹ. എന്റെ മോളെ ഉണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാണ്. അബുൽ ആസ് ആ നിമിഷം വരെ നബി തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. തങ്ങളെ ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എന്റെ മകള് പറഞ്ഞത് കേട്ടല്ലോ, ഒരാള് അഭയം കൊടുത്താൽ അതെല്ലാവർക്കും ബാധകമാണ്. ഇസ്ലാമിലെ സ്നേഹപരമായ ഒരു പെരുമാറ്റം അങ്ങനെയാണ്. ഒരു മുശ്രിക്ക്, ഇസ്ലാമിന്റെ ശത്രുവായ ഒരു മനുഷ്യൻ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് വന്നാൽ അയാളെ കെട്ടിടണം എന്നല്ല, സംരക്ഷണം കൊടുക്കണം. ഒന്നും ചെയ്യാൻ പാടില്ല. ഒരാൾ കൊടുത്ത സംരക്ഷണം എല്ലാവർക്കും ബാധകമാണ്. മകള് പറഞ്ഞത് കേട്ടില്ലേ, ഇനി പുറത്തിറങ്ങിയിട്ട് അബുൽ ആസിന് ആരും ഒന്നും ചെയ്യാൻ പോകണ്ട. പക്ഷെ മകളോട് പറഞ്ഞു, മോളെ, അബുൽ ആസും നീയും ഒരുമിച്ച്, ഭാര്യയും ഭർത്താവും തന്നെയാണ്, വേർപിരിഞ്ഞിട്ടൊന്നുമില്ല, ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കരുത്. അപ്പുറത്ത് ഒരു മുറിയിൽ അദ്ദേഹം താമസിച്ചോട്ടെ, ഇപ്പുറത്ത് ഒരു റൂമിൽ നിന്ന് താമസിച്ചു. അള്ളാഹുവിന്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണത്. വലാ തൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ. മുശ്രിക്കുകൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്, അവർ ഈമാൻ കൊള്ളുന്നത് വരെ. വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും.
മുഅ്മിനായ ഒരു അടിമയാണെങ്കിൽ ആ അടിമയാണ് മുശ്രിക്കിനേക്കാളും ഖൈറ് എന്ന് അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒപ്പം കഴിയാൻ പറ്റൂല. അബുല്ലാസിനോട് ചെന്നിട്ട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയുണ്ട്? ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുണ്ട്. അബുല്ലാസ് പറഞ്ഞു, ഞാനത് നേരത്തെ തീരുമാനിച്ചു വന്നതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്താനും ഷഹാദത്ത് കലിമ ചൊല്ലാനുമാണ് ഞാൻ വന്നത്. ഞാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് മക്കയിൽ നിന്ന് വന്നത്. നിങ്ങൾ നോക്കുക, ആ അബുല്ലാസിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റത്തിന് കാരണമുണ്ടാക്കിയത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ദീനും ഖുലുഖുമാണ്, സ്വഭാവമാണ്, നല്ല ദീനാണ്. നല്ല ദീനും ഖുലുഖുമാണ് ജീവിതത്തിൽ നമ്മളും പകർത്തേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു വേള ചിന്തിക്കാമായിരുന്നു, എന്റെ ഉപ്പാക്ക് എതിരെ പോയ സംഘത്തിലല്ലേ അബുല്ലാസ് പോയത്, എന്നിട്ടല്ലേ തടവിലായത്, കുറച്ചു കാലം അവിടെ കിടന്നോട്ടെ, ഞാൻ എന്തിനു മോചിപ്പിക്കണം? ഒരു സെക്കൻഡ് പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം സ്നേഹം എന്ന് പറയുന്നതിനപ്പുറത്താണ്, സഹകരണം എന്ന് പറയുന്ന ഒന്ന് വേറെയാണ്. ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. രണ്ടുപേരും കയർത്തുകൊണ്ട് സദാസമയത്തും തമ്മിലടിച്ച് ജീവിക്കരുത്. ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഭർത്താവ് തണുക്കണം, ഭർത്താവിന് ദേഷ്യം വരുമ്പോൾ ഭാര്യ തണുക്കണം. രണ്ടു ഭാഗവും മീറ്റായി പോയാൽ പിന്നെ പെട്ടെന്ന് ജീവിതം അവസാനിച്ചു പോകും. ചില സന്ദർഭങ്ങളിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തണുപ്പോടെ ആ ദേഷ്യം കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കാറുണ്ട്, മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന്, സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നല്ലൊരു പലഹാരം ഒരു പാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അടിമയുടെ കയ്യിൽ കൊടുത്തയച്ചു. അടിമ പലഹാരവുമായി എന്റെ വീട്ടിൽ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തങ്ങളൊരു ഭാഗത്തിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അടിമയോട് എന്താണിത്? അടിമ പറഞ്ഞത്, പലഹാരമാണ്, തങ്ങൾക്ക് വേണ്ടി സഫിയ ബീവിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണ്. വേറൊരു ഭാര്യയില്ലേ സഫിയ ബീവി, അവര് കൊടുത്തയച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അടിമയുടെ കയ്യിൽ നിന്ന് ഒറ്റ തട്ട് കൊടുത്തു. ആ പാത്രം അങ്ങനെ വീണു, പലഹാരങ്ങളൊക്കെ ചിന്നിച്ചിതറിപ്പോയി, പാത്രം പൊടിപൊടിയായിപ്പോയി. ഇപ്പൊ രംഗെങ്ങനെ ഉണ്ടാവും? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ തങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ തങ്ങളങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. ചിരിക്കാൻ കഴിയോ ആ രംഗത്ത്? ആ സമയത്ത് ചിരിക്കാൻ കഴിയോ? അതാണ് യഥാർത്ഥ പ്രതികരണം. തങ്ങൾ ചിരിക്കുന്ന ഞാൻ കണ്ടത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന ഒരു തഫ്സീറാണിത്. തങ്ങൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ വ്യക്തിത്വമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. അതിന് മറികടക്കുന്ന ഒരു സ്വഭാവം വേറെ ആർക്കുമില്ല. അതുകൊണ്ടാണ് അലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞത്. ഇനി അത് മറികടക്കാൻ പറ്റുന്ന ഒരു ഉചിതമായ സ്വഭാവം ലോകത്താർക്കില്ല. ഏറ്റവും ഉത്തമമായ ഉദാത്തമായ സ്വഭാവം, അതിമഹത്തായ സ്വഭാവം. അതിന് മഹദി പറയുന്ന അനുഭവമാണ്. ഞാൻ ചൂടാകും എന്ന് കരുതിയ രംഗാണ്. തങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നു. ഈ അടിമയോട് തങ്ങൾ പറയും, നിങ്ങൾ വിഷമൊന്നും കരുതണ്ടേ, വാറത്തുമ്മുക്കും, ഉമ്മ കുറച്ച് ചൂട് വന്നു പോയതാണ്. നിങ്ങളെ ഉമ്മാക്ക്, ആയിഷ ബീവിക്ക് ഒന്ന് സ്ട്രോങ് കൂടിപ്പോയി. അതുകൊണ്ടാണ് കയ്യിൽ തട്ടിയിട്ട് ആ പാത്രം ഉടഞ്ഞു, പലഹാരവും പോയി, ഒക്കെ പോയി. നിങ്ങൾ വിഷമൊന്നും കരുതണ്ട, ഉമ്മാക്ക് അല്പം സ്ട്രോങ് കൂടിയതാണ്. എന്താണ് ആ വർത്തമാനം? നമ്മളാണെ അതിന്റെ കണക്കൊക്കെ എത്ര എണ്ണി പറയും. ആ പാത്രം പൊട്ടിച്ചതിന് വേറെ കുറെ വേദ പറയും അല്ലേ? ജീവിതത്തിൽ നമ്മളെ കുടുംബത്തിൽ സഹകരണത്തിന് വേണ്ടി വാങ്ങിയ എന്തെങ്കിലും ഒരു ഉപകരണം പൊട്ടിപ്പോയാൽ അത് പൊട്ടാൻ തീരുമാനം പൊട്ടി, ഇനി എന്താ പറഞ്ഞിട്ട് കാര്യം? ഇനി വേറൊന്നും വാങ്ങല്ല, വേറെ കാര്യമുണ്ടോ? നല്ല വിലപിടിപ്പുള്ള ഒരു ടോർച്ചാണ് കൊണ്ടുവന്നത്. നല്ല വിലപിടിപ്പുള്ള ഒരു ലൈറ്റാണ്. കറണ്ട് പോയാലൊക്കെ അത് കത്താൻ പറ്റിയ നല്ലൊരു ലൈറ്റാണ്. അത് ആരോന്ന് എന്തോന്ന് സംഗതി എടുക്കുന്ന സമയത്ത് വീണ് പൊട്ടിപ്പോയി. നമ്മൾ അതിന്റെ ആ വാറന്റി കാർഡൊക്കെ കാണിച്ചിട്ട് നമ്മൾ പറയില്ല, എത്ര കൊല്ലം നിൽക്കുമായിരുന്നു, അത് നിൽക്കണ കൊല്ലം നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? എന്തെല്ലാം ഭാഷയിൽ ചൂടാകും. ഇനി ചൂടായിട്ട് എന്താ കാര്യം? അത് കിട്ടൂലല്ലോ, തകർന്നു പോയില്ലേ. പൊട്ടിപ്പോയതിന്റെ പേരിൽ ചൂടായാതെ വെറുതെ ഒരു വാക്ക് പോയി എന്നല്ലാതെ ഒന്നും കിട്ടാനില്ല. വാങ്ങിക്കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വേറൊന്നും വാങ്ങുക, അത്രേ പരിഹാരമുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരക്ഷരം പോലും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല, മുഖഭാവം പോലും മാറിയിട്ടില്ല, പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അടിമ കാണുന്നത് വല്ലാത്തൊരു സംഭവമാണ്. ആ പൊട്ടിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ തങ്ങൾ ഇങ്ങനെ കയ്യിലേക്ക് പെറുക്കിയെടുക്കുന്നു. പൊട്ടിയ കഷ്ണങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു.
പലഹാരങ്ങളോ അതും ഉപയോഗശൂന്യമായിട്ടുണ്ട്. നമ്മളെ വീട് പോലെ നല്ല മുസൈക്കിട്ട മാർബിൾ ഇട്ട വീടല്ലല്ലോ അത്. താഴ്ഭാഗത്ത് ചെറിയ രൂപത്തിൽ പൊടിപാറാതിരിക്കാൻ വേണ്ടി ഒന്ന് വെള്ളം കൊണ്ട് ശക്തമായ രൂപത്തിലൊന്ന് തറച്ച ഭൂമിയാണ്. സിമന്റ് ഇട്ടിട്ടില്ല, ചുമരിന് കുമ്മായം പോലും തേച്ചിട്ടില്ല. ചെറിയൊരു അഡ്രസ്സിലല്ലേ ആ വീട് നിലനിൽക്കുന്നത്. നമ്മള് ക്ലീന് രാവിലെ വൈകുന്നേരം ക്ലീൻ ചെയ്ത ആ തറയിലേക്ക് എങ്ങാനും ഒരു മുന്തിരി വീണുപോയ നമ്മളെ ഭാഗ നമ്മളെ സംസ്കാരം എടുക്കണ്ട. നല്ലോണം ക്ലീൻ ചെയ്ത ഒരു മേശയിൽ നിന്ന് ആ പ്ലേറ്റിൽ നിന്ന് പുറത്തു പോയതൊന്നും എടുത്ത, അതുകൊണ്ടാ നമ്മളൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത്. കുറെ കാലം ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഹോസ്പിറ്റലിലാക്കിയ ആൾക്കാർക്ക് ജീവിക്കണ്ടേ, അതിന് നമ്മളെപ്പോലത്തെ ആൾക്കാർ വേണ്ടേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുപ്രയിൽ നിന്ന് താഴെ വീണത് ഒരാളും അയാളെ മക്കളും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പെറുക്കിയെടുത്ത് ഭക്ഷണം കഴിച്ചാൽ അതിൽ വല്ലതും ആയിട്ടിനെ കേകി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിച്ചാൽ റൂഫിയ ലഹു ഫി അഹ്ലിഹി വ മാലിഹി, സമ്പത്തിലും കുടുംബത്തിലും അല്ലാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരോഗ്യം കൊടുക്കും, നല്ല ആഫിയത്ത് ഉണ്ടാകും. കാരണം അതിനൊരു കേടുമില്ല. ആ ഭക്ഷണത്തോട് അന്നത്തോട് പുച്ഛ മനോഭാവമായാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹുത്തെ ലിമിറ്റാക്കി. അത് പറ്റൂല, ഇതും പറ്റൂല, മറ്റേതും പറ്റൂല, അതും പറ്റൂല, അല്ലേ? നിയന്ത്രിച്ചു കളഞ്ഞു, ഒന്നും പറ്റാത്ത രൂപത്തിലേക്ക് ആക്കി മാറ്റിക്കളഞ്ഞു. നമ്മുടെ പെരുമാറ്റം കൊണ്ട് മാറിയതാണ്. പഴയ കാലത്തൊക്കെ നിങ്ങൾ നോക്ക്, ഒരു പഴം കഴിക്കുന്നതിന്റെ ഒരു തൊലി അത് താഴെ വീണാൽ പോലും പെറുക്കിയെടുത്ത് എന്തെങ്കിലും ആയിട്ട് കേകി ഭക്ഷിക്കുമായിരുന്നു. പഴാ ഇപ്പോഴുള്ള തറ നല്ല വൃത്തിയായ തറയാണ്, ചളി പോലും ഇല്ല. നമ്മൾ നനഞ്ഞ കാലുമായിട്ട് കയറിയിട്ട് ഒന്ന് പുറംഭാഗത്തേക്ക് നോക്കിയാൽ പോലും ചളിയുടെ ഒരു പാട് പോലും, അത്രയും ക്ലീൻ അല്ലേ, വൃത്തിയാക്കില്ലേ നമ്മൾ ഉമ്മമാരും സഹോദരിമാരും. അള്ളാഹുർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. വല്ലാത്തൊരു കൂലി കിട്ടുന്ന സംഗതിയാണത്, വീട് വൃത്തിയാക്കാന്ന് പറഞ്ഞത്. അവർ നല്ലോണം പണിപ്പെട്ട് നല്ല ക്ലീൻ ചെയ്യുന്നു, കണ്ടാൽ തന്നെ സന്തോഷം വരുന്ന രീതിയിൽ. ആ തറയിലേക്ക് വീണാൽ തന്നെ ഒന്നും ആകാനില്ല. പക്ഷെ ഉടനെ നമ്മളെ ഭാഷ ഒന്ന് എടുക്കണ്ട. ഒരു കുട്ടി അങ്ങനെ എടുക്കാൻ പോയി, ഒരു ഭക്ഷിക്കാൻ പറ്റുന്ന സാധനം എടുക്കാൻ കുനിഞ്ഞപ്പോഴേക്ക് നമ്മൾ പിന്നെ ജീവിതത്തിൽ എടുക്കൂല. ആദ്യം നമ്മളങ്ങനെ അഡ്രസ് ചെയ്തു പോയി. ഇത് നിലത്ത് വീണ ഈ പലഹാരങ്ങൾ ഭക്ഷ്യയോഗ്യമല്ലാതായിട്ടുണ്ട്, മണ്ണതിനോട് ചേർന്നിട്ടുണ്ട്, അതും തങ്ങൾ പെറുക്കി. നമ്മൾ പെറുക്കാൻ നിൽക്കോ? ഈ പൊട്ടിയത്, ഈ വീണത് നമ്മൾ പെറുക്കാൻ നിൽക്കോ? തങ്ങൾ പെറുക്കി. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതൊക്കെ നോക്കി നിൽക്കാൻ. എന്നിട്ടാണ് നമുക്ക് തഫ്സീർ പഠിപ്പിച്ചു തരുന്നത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ നദീം. കുടുംബ ജീവിതത്തിൽ വേണ്ടത് ഏറ്റവും നല്ല സ്വഭാവമാണ്. ദീനനുസരിച്ചുള്ള സ്വഭാവമുണ്ടോ നല്ല ബർക്കത്തുണ്ടാകും. മക്കളിലും താവഴിയിലൊക്കെ ബർക്കത്തുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി തങ്ങൾ ചെയ്യുന്ന പണി കണ്ടിട്ട്. എല്ലാം ക്ലീൻ ചെയ്ത ശേഷം വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷൂ, പലഹാരം നമുക്കുള്ളതാണ്, പാത്രം നമുക്കുള്ളതല്ല, വായ്പയാണ്. പകരം ഒരു പാത്രമെടുത്ത് അടിമയുടെ കയ്യിലേക്ക് കൊടുക്കണം. കാരണം പാത്രം പൊട്ടിക്കാൻ തന്നതല്ല, പലഹാരം എടുത്ത് ഭക്ഷിച്ച് പാത്രം തിരിച്ചു പോകാനുള്ളതാണ്. നല്ലൊരു പാത്രം എടുത്തു കൊടുക്കൂ. അതുവരെ തങ്ങൾ നിർദ്ദേശിക്കുന്നു. അപ്പൊ ആയിഷ ബീവിക്ക് ദേഷ്യം വന്ന സമയത്ത് തങ്ങൾക്ക് ദേഷ്യമില്ല, തങ്ങൾ തണുപ്പിച്ചത് നല്ല സ്വഭാവത്തിലൂടെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ സഹകരിക്കാത്തതുകൊണ്ട് ഭാര്യമാർക്ക് ദേഷ്യം വന്നു പോയാൽ നമ്മൾ നമ്മളെ പറ്റിയാ ചിന്തിക്കേണ്ടത്. എന്റെ ഭാഗത്ത് എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ടല്ലോ, ഒന്ന് തണുത്തിട്ട് വേണം പ്രതികരിക്കാൻ. അല്ലാതെ ആ പ്രതികരണം മൂക്കുകൂടിയാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് ഏറ്റുമുട്ടൽ നടക്കും. പിന്നെ അവിടെ നടക്കുന്നതോ എന്നേക്കുമായുള്ള വേർപിരിവാണ്. അങ്ങനെ വരരുത്, സന്തോഷപൂർവമാണ് നേരിടേണ്ടത്. ഇബാദത്തിന്റെ വിഷയത്തിൽ നല്ല സഹകരണം വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി, കുടുംബ ജീവിതത്തെ പറ്റി എല്ലാ മഹതിമാരും പറയുന്നൊരു അഡ്രസ് ഉണ്ട്. പരിമിതമായ സൗകര്യങ്ങളിലുള്ള ജീവിതമാണെങ്കിലും സ്നേഹവും ഇബാദത്തും സഹകരണവും തെല്ലുപോലും കുറവില്ല. ആ വീടുകൾക്ക് വലിയ ബഹുമാനമുണ്ട്.
ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ താമസിച്ച വീടുകൾക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം ആ വീട്ടിൽ ഓരോ വീട്ടിലും കിടന്നുറങ്ങിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു വീട് മാത്രമാണ് ഇന്ന് മദീനയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള വീടുകളൊക്കെ പള്ളികളോട് ചേർന്ന് പോയി. പള്ളിയിൽ നടക്കുന്ന നിസ്കാരമാണ്, പള്ളിയിൽ നടക്കുന്ന ഖുർആനോത്താണ്, ദിക്റാണ്. അതേ, ഈ വീട്ടിലും പഴയ കാലത്ത് അങ്ങനെ തന്നെയാ നടന്നിരുന്നത്. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരെയും തങ്ങൾ വിളിച്ചുണർത്തിയ നേരമുണ്ട് ഇബാദത്തിന് വേണ്ടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ട നേരം പാതിരാത്രിയിൽ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനിങ്ങനെ വിലങ്ങനെ കിടക്കുന്നുണ്ടാകും. തങ്ങൾ നിസ്കരിക്കുന്നതിന്റെ ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. ചിലപ്പോഴൊക്കെ തങ്ങൾ സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്ക് എന്റെ കാല് നീണ്ടുപോയിട്ടുണ്ടാകും. അപ്പൊ എന്നെ വിളിച്ച് അന്ന് എണീറ്റ് പോന്ന് പറയില്ല. നമ്മൾ നിസ്കരിക്കുന്ന പായന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കുട്ടി കിടക്കുന്ന ആ കുട്ടിനെ പതുക്കെ എടുത്തിട്ട് തൊട്ടി ഇവിടെ കിടന്നു. കിടക്കാൻ കണ്ടൊരു സ്ഥലം, നിസ്കരിക്കാൻ കുറഞ്ഞ സ്ഥലം പോരെ നിസ്കരിക്കാൻ. നമ്മളൊരാളല്ലേ നിസ്കരിക്കുന്നത്. അവിടെ ഇപ്പൊ ഒരു കുട്ടി കിടന്നതിന് കുഴപ്പമുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയും, തങ്ങൾ നിസ്കരിക്കുമ്പോ ഞാൻ വിലങ്ങനെ കിടക്കുകയാണ് സുജൂദിന്റെ ഭാഗത്ത്. ചിലപ്പോ എന്റെ കാലൊക്കെ അങ്ങോട്ട് നീണ്ടിട്ടുണ്ടാകും. എന്നാലും തങ്ങൾ ശല്യം ചെയ്യോ? ഒന്നും ചെയ്യൂല. റുക്കൂ കഴിഞ്ഞ് സുജൂദിലേക്ക് വരുമ്പോ എന്റെ വസ്ത്രത്തിന്റെ ഭാഗത്ത് തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു നെക്കൽ നിൽക്കും. അപ്പൊ ഞാൻ എന്റെ കാലാണ് മടക്കി വെക്കും, തങ്ങൾ സുജൂദ് ചെയ്യും. പിന്നെയും തങ്ങൾ അടുത്ത റക്അത്തിലേക്ക് എണീറ്റ് താഴെ വരുമ്പോൾ സുജൂദ് വരുമ്പോ എന്റെ കാലം കൊണ്ട് പിന്നെയും തങ്ങൾ ഇങ്ങനെ നെക്ക് വെക്കും. ഞാൻ എന്റെ കാലും കൊണ്ട് മടക്കി വെക്കും. 10 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു റക്അത്ത് ബാക്കിയുണ്ടെങ്കിൽ പതുക്കെ എന്നെ ഇങ്ങനെ തൊട്ട് വിളിക്കും. പിന്നെ ഒന്ന് എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ നേരായിട്ട് എണീറ്റ് വിളിക്കും. നല്ല സന്തോഷത്തോടെ വിളിച്ചുണർത്തും. എല്ലാ വീടുകളെയും തഹജ്ജുദിന് പോയി വിളിച്ചുണർത്തുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി തങ്ങൾ കിതാബു തഹജ്ജുദിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന് കാണാം. ഇബാദത്തിലും സഹകരണം വേണം, അപ്പോഴേ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ഭക്ഷണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന ഒരു കുടുംബത്തിന് എന്ത് ബർക്കത്താ. ആ നിസ്കാരം ബാക്കിയുള്ളവരിൽ ശീലമാക്കാനുള്ള ഏറ്റവും വലിയ ശീലം നമ്മൾ ആദ്യം അത് നിസ്കരിച്ച് ശീലമായി കാണിച്ചു കൊടുക്കാന്നുള്ള അതാണ്. നമ്മൾ നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയും സൂക്ഷ്മതയുള്ളവരാണോ, മക്കളും അങ്ങനെയാവും, പേരക്കുട്ടികളും അങ്ങനെയാവും. കിതാബു തഹജ്ജുദിൽ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ആദ്യത്തെ സംഭവം അങ്ങനെയാ. 9 വീടുകളെയും മുട്ടി വിളിക്കും. അതുകൊണ്ട് തങ്ങൾ നിർത്തുന്നില്ല. 10ാമത്തെ ഒരു വീട്ടിലും പോയി വിളിക്കാറുണ്ട്. അതേതാ വീട്? അത് ഈ 9 വീടിന്റെ തൊട്ടടുത്തല്ല, എന്നാലും നടന്നാലെത്തുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും താമസിക്കുന്ന വീട്. അവിടെ പോയിട്ട് രാത്രി തങ്ങൾ ചോദിക്കുന്നു, അലാ തുസല്ലിയാൻ, എഴുന്നേൽക്കുന്നില്ലേ? നിസ്കരിക്കാൻ സമയമായില്ലേ? സുബ്ഹിക്കല്ല, തഹജ്ജുദിനാണ് വിളിച്ചുണർത്തുന്നത്. എല്ലാ ഭാര്യമാരെയും വിളിച്ചുണർത്തിയിട്ട് അവരോട് നിസ്കരിക്കാൻ പറയും. ഇബാദത്തിലുള്ള സജീവത ഇന്ന് കാണുന്നില്ല. അതിന്റെ ഒരു കുറവ് കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. നല്ലോണം നിസ്കാരത്തിന്റെയും വിഷയത്തിലും ശ്രദ്ധ വേണം. നിസ്കാരം ഒഴിവാക്കുന്ന രീതിയിൽ ഒരു പരിപാടിയോ ഒരു സൽക്കാരമോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സദ്യയോ സംഘടിപ്പിക്കപ്പെട്ടുകൂടാ. കുടുംബത്തിൽ ഇന്ന് നമ്മൾ നല്ല സദ്യ ഉണ്ടാക്കി 10 പേർക്ക് നമ്മുടെ കുടുംബിന് ഭക്ഷണം വിളമ്പി, സുബ്ഹാനല്ലാഹ്, നിസ്കാരം 1-2 പോയി. എന്താണ് അവിടെ ബർക്കത്തുള്ളത്? ഒരു ബർക്കത്തും സത്യത്തിൽ അവിടെ ഇല്ല. നിസ്കാരം നല്ലോണം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പറയണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന് സ്വഹാബത്തൊക്കെ പേടിച്ചൊരു സംഭവമുണ്ട്. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, എന്റെ മാല കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ മാല സ്വന്തം മാലയല്ല, ജ്യേഷ്ഠത്തി അസ്മാ ബീവിയിൽ നിന്ന് യാത്രക്ക് വേണ്ടിയിട്ട് വായ്പ വാങ്ങിയ മാല. പഴയ കാലത്തൊക്കെ അങ്ങനല്ലേ, സ്വന്തമായിട്ട് മാല ഒന്നും ഉണ്ടാകൂല. അപ്പൊ അപ്പുറത്ത് പോയിട്ട് ഒന്നെങ്കിൽ ജ്യേഷ്ഠത്തിന്റെ അല്ലെങ്കിൽ അനുജത്തിന്റെ അയൽക്കാർ ആ മാല തരണം, അങ്ങനെ പോകാനുണ്ട്. അതവർക്ക് അല്ലാഹ് ഹലാലാക്കിയതല്ലേ, തിരിച്ചു വന്നിട്ട് തരാന്ന് പറയും. തിരിച്ചു വന്ന ഈ മാല കൊടുക്കണം. യാത്ര കഴിഞ്ഞ് പൗതിയിലെത്തിയപ്പോ മാല കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ, എന്റെ മാല കാണാനല്ല നബിയെ, തെരഞ്ഞു കിട്ടിയിട്ട് പോകണം. അവിടെ എത്തിയാൽ അസ്മാ ബീവി ചോദിക്കും, ഞാൻ എവിടുന്നാ കൊടുക്കുക? അപ്പൊ തങ്ങൾ അവിടെ തടസ്സട്ടു, എല്ലാവരോടും മാല തരാൻ പറഞ്ഞു. പല ഭാഗത്തും തരാണ്.
തെരയുന്ന കൂട്ടത്തിൽ സ്വഹാബത്ത് പറഞ്ഞു, പടച്ചോനെ ളുഹറിന്റെ സമയമായി, ഉളു കൊടുക്കാനുള്ള വെള്ളം അരത്തില്ല, വെള്ളമില്ലാതെ നമ്മൾ കുടുങ്ങൂലേ, നമ്മളെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂലെ എന്ന പേടിയാണ് അവർക്ക്. അപ്പൊ കുറച്ചാൾക്കാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മകളെ കാരണം കൊണ്ടാണ് നമ്മളിവിടെ കുടുങ്ങിയത്. അപ്പൊ എന്താന്ന് വെച്ചു സിദ്ദീഖ് റളിയല്ലാഹു, ആയിഷ ബീവി ഒരു മാല കൊണ്ടുവന്നിരുന്നു ധരിച്ചുകൊണ്ട്, കഴുത്തിൽ ധരിച്ചിട്ട് ഇപ്പൊ ആ മാല കാണാൻ അത് തെരയാണ്, വെള്ളമല്ല, ളുഹർ ബാങ്ക് കൊടുക്കാൻ സമയമായി, നമ്മളെ നാട്ടിലൊന്നും എത്തൂല, ഈ മരുഭൂമിയിൽ നിന്ന് എവിടുന്ന് വെള്ളം കിട്ടാനാ, ആരെ കയ്യിലും കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല. കുടിക്കാനുള്ള വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങും, എന്നിട്ട് ആ വെള്ളത്തിലേക്ക് തങ്ങൾ കൈവച്ചു കൊടുക്കും. 1000 ആൾക്കാരും 500 ആൾക്കാരും 400 ആൾക്കാരും 80 ആൾക്കാരും ഒക്കെ ഒരേ പാത്രത്തിൽ നിന്ന് തങ്ങളെ കയ്യിന്റെ ഇടയിലൂടെ നീരുറവ പൊട്ടിയൊഴുകിയിട്ട് മുഅ്ജിസത്ത് കൊണ്ട് ആ വെള്ളം ഉപയോഗിച്ച് ഉദു എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ തുള്ളി വെള്ളമല്ലല്ലോ, കുടുങ്ങിയില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹുവിന്റെ ഊരൊക്കെ ഒരു കുത്തു കൊടുത്ത്, കയ്യിലുള്ള ചെറിയൊരു വടി കൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അനങ്ങിയില്ല, കാരണം എന്റെ മടിയിൽ കിടക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ തല എന്റെ മടിയിലുണ്ട്, തങ്ങൾ ഉറങ്ങാ. അപ്പൊ ഞാൻ അനങ്ങിയാൽ അവിടുത്തെ ഉറക്കം ഭംഗം വന്നു പോകും. ഞാൻ അനങ്ങിയില്ല, ഞാൻ ഒരിടത്ത് ഇരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റ ഹൽഖ, എടങ്ങേറിന്റെ കൊടി, നിങ്ങളൊരു മാല കൊണ്ട് സ്വഹാബത്തൊക്കെ തടഞ്ഞു നിർത്തി, ളുഹറിന്റെ സമയമാകാൻ പോകാണ്, നിസ്കാരമൊക്കെ മുടങ്ങിപ്പോകും, ആ ബേജാറാണ് അവർക്ക്, നിസ്കരിക്കാൻ ഒരു പ്രതിവിധിയും കിട്ടൂലേ. അങ്ങനെ ളുഹർ സമയമായി, വെള്ളം അരത്തില്ല. അപ്പോഴാണ് അല്ലാഹു തയമ്മുമിന്റെ ആയത്തിറക്കിയത്. തയമ്മുമിന്റെ ആയത്തിറങ്ങാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാരണമായപ്പോൾ സ്വഹാബത്ത് ഓരോരുത്തരും വന്നിട്ട് പറയുന്നു, ആയിഷ നിങ്ങൾ വലിയ ഭാഗ്യവതിയാണ്, നിങ്ങളെ കൊണ്ട് ഇസ്ലാമിനൊരു പുതിയ നിയമം അല്ലാഹു നൽകി. ഇതുവരെ ഒറ്റ സമൂഹത്തിനും അല്ലാഹു നൽകാത്തൊരു നിയമമാണ്. ഈ ഉമ്മത്തിന് മാത്രമായി അല്ലാഹു കനിഞ്ഞേകിയത് നിങ്ങളെ കൊണ്ട് കിട്ടിയ ബറക്കത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, ഇത് നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ആദ്യത്തെ ബറക്കത്തല്ല, ഒരുപാട് ബറക്കത്ത് നിങ്ങളെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് ഈ തയമ്മും. സ്വഹാബത്തിന് സന്തോഷമായി, അവർ തയമ്മും ചെയ്ത് ആദ്യത്തെ നിസ്കാരം നിർവഹിച്ചു. കുറച്ച് കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോ ആ വാഹനം കടന്നതിന്റെ നേരെ താഴെ തന്നെ ഉണ്ട് ആഭരണം. അപ്പൊ അല്ലാഹു തആല കണക്കാക്കിയതാണ്, ആയിഷ ബീവിനെ കൊണ്ട് ഇവിടെ ഒരു തയമ്മും എന്ന് പറയുന്ന ഒരു പുതിയ നിയമം ഇസ്ലാമിന് ഉണ്ടാക്കി കൊടുക്കണം. ആയിഷ ബീവിന്റെ പേരിൽ എല്ലാവർക്കും സന്തോഷം ഏറി. പിന്നെ കാരണം എവിടെ പോയാലും ഇനി വെള്ളം തരേണ്ട ആവശ്യമില്ല, വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടാകണ്ട, മണ്ണ് ശേഖരിച്ച് തയമ്മും ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമല്ലോ. വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ കഴിയും തയമ്മും എന്ന് പറഞ്ഞാൽ. വെള്ളം ഉപയോഗിച്ച് എത്ര അവയവം കഴിക്കണം? തയമ്മുമിലാകെ ഒരു മുഖവും ഒരു കൈയും മാത്രമേ ഉള്ളൂ. നിയ്യത്ത് ചെയ്യാൻ ചുരുങ്ങിയ പണിയുള്ളൂ, ചുരുങ്ങിയ മണ്ണും കിട്ടിയാൽ മതി, ലോഡണക്കിന് മണ്ണൊന്നും വേണ്ട, എത്ര എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് വലിയ ബറക്കത്തുണ്ടായി. സഹകരണവും സ്നേഹവും അവസാനം വരെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറച്ച് കഴിഞ്ഞാൽ നിലച്ചു പോകരുത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നല്ല സഹകരണം വേണം, സ്നേഹം വേണം അവസാനം വരെ. ചില സ്ഥലങ്ങളിലൊക്കെ, ഇവിടുത്തെ ഹാലിൻക്കറിയില്ല, ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, വാലിന് പോകുമ്പോ ഒരു പരാതി പറയും, ലിസ്റ്റ് പറയും. 2-3 സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്താ, വീട്ടിലിപ്പോ വാപ്പയും ഉമ്മയുണ്ട്, അവർക്ക് വയസ്സായിട്ടുണ്ട്, പക്ഷെ അവർക്ക് തീരെ ഒത്തൊരുമല്ലാത്തതുകൊണ്ട് മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ പ്രയാസമാണ്. വാപ്പ കിടക്കുന്ന ഒരു റൂമിൽ, ഉമ്മ കിടക്കുന്ന വേറെ റൂമിൽ. എത്രാമത്തെ വയസ്സ് മുതലാ അല്ല അങ്ങനെ വേറെ കിടക്കാൻ പറഞ്ഞ? അങ്ങനെ പറഞ്ഞ കുടുംബജീവിതത്തിൽ 60 വയസ്സാകുമ്പോ ഇനി വാപ്പാക്കൊരു സ്വന്തം റൂം, ഒരു മുറുക്കാൻ പെട്ടി, അത് തുപ്പാനുള്ള ഒരു കോളാമ്പി, ഒരു പാത്രമൊക്കെ അവിടെ, ഉമ്മാക്ക് വേറെ റൂം. അങ്ങനെ ഉണ്ടാ? ഇല്ലല്ലല്ല, ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ജീവിതത്തിന്റെ അവസാനം വരെ ഒരുമിച്ചാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വഫാത്തായത് ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് തങ്ങളെ തലയുള്ളത്. മഹദി പറഞ്ഞില്ലേ, എനിക്ക് അല്ലാഹു തആല തന്ന സവിശേഷതകൾ ഒരുപാടുണ്ട്. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനം ഒരുമിച്ചു പോയി. അത് മറ്റു ഭാര്യമാർക്കൊന്നും അല്ല കൊടുത്തില്ല, എനിക്കാണല്ലത് തന്നത്. എന്റെ വീട്ടിൽ വരുന്ന ദിവസമാണ് തങ്ങളെ വഫാത്ത് സംഭവിച്ചത്. എന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ടാണ് തങ്ങൾ വഫാത്തായത്. സുബ്ഹാനല്ലാഹ്, അതെനിക്ക് അല്ലാഹു നൽകിയ ബഹുമാനമാണ്.
എന്നും തങ്ങൾക്ക് കടക്കാനുള്ള കാരണമാക്കിയത് ഞാൻ താമസിക്കുന്ന വീടല്ലേ, ഈ വീട്ടിലല്ലേ തങ്ങൾ അന്തി ഉറങ്ങുന്നത്. ഉമിനീര് ഒരുമിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. സഹോദരന്റെ കയ്യിൽ ഒരു അറാക്കുണ്ട്, മിസ്വാക്കുണ്ട്. തങ്ങൾ കിടക്കുമ്പോ ആ മിസ്വാക്കിലേക്ക് അങ്ങനെ നോക്കുന്നു, ഇടക്കിടക്ക് നോക്കുന്നു. നോട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി തങ്ങൾക്ക് മിസ്വാക്ക് വേണം. ഞാൻ ചോദിച്ചു, നബിയെ മിസ്വാക്ക് വേണോ? തങ്ങൾ ഇങ്ങനെ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ ആ മിസ്വാക്ക് വാങ്ങിയിട്ട് എന്റെ പല്ലിൽ വെച്ചുകൊണ്ടൊന്ന് ചവച്ചരച്ചു. എന്റെ ഉമിനീര് ആ മിസ്വാക്കിലായി. എന്നിട്ട് തങ്ങൾക്ക് എന്റെ കൈ പിടിച്ചിട്ട് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനം ഒരുമിച്ചു. അവസാനം വരെ സ്നേഹത്തിൽ കഴിയണം. 50 തെറ്റിപ്പിരിയരുത്, 60 തെറ്റിപ്പിരിയരുത്. പിന്നെ എന്തെങ്കിലും കാണുന്ന കാര്യങ്ങൾക്കൊരു വിമർശനം മാത്രമായി ജീവിതം തളരരുത്. ജീവിതത്തിന്റെ അവസാനം വരെ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുമിച്ചാണ് ഭാര്യയും ഭർത്താവും കിടക്കേണ്ടത്. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന അവസാന സമയം വരെ അങ്ങനെയാണ്. ഒരേ റൂമിലാണ് കിടക്കേണ്ടത്. വല്യുപ്പയായാലും ഉപ്പാപ്പാന്റെ ഉപ്പാപ്പയായാലും വല്യുമ്മയായാലും ഉമ്മാമാന്റെ ഉമ്മാമയായാലും രണ്ടുപേരും ഒരുമിച്ചാണ് കഴിയേണ്ടത്. ഒരുമിച്ച് കിടക്കണം എന്ന് പറഞ്ഞോട്ട് ശാരീരിക ബന്ധം പുലർത്താൻ വേണ്ടിയാണ് എന്ന് ധരിക്കരുത്. അതൊരു സ്നേഹത്തിന്റെ മാർഗമാണ്. അതുകൊണ്ടല്ലേ ഹൈലുകാരിയായ പെണ്ണിനെ മാറ്റിക്കടത്തേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. അവരോട് ശാരീരിക ബന്ധം പുലർത്തരുത് എന്നല്ലേ അല്ലാഹുവിന്റെ നിർദ്ദേശം. ഹൈലുകാരിയായ പെണ്ണിനെ ശരീരത്തിൽ തൊടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം ഇസ്ലാമിലില്ല. ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഹൈലുണ്ടായപ്പോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഹൈലുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മുടിയൊന്ന് ചീകിത്തരണം, ചീർപ്പെടുത്തിട്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബി എനിക്ക് ഹൈലാണ്. തങ്ങൾ ചോദിച്ചു, ഹൈല് കയ്യിലാണോ? ഹൈല് കയ്യിലാണോ? ചീർപ്പെടുക്കുന്ന കൈ കൊണ്ടല്ലേ? കൈ കൊണ്ട് എന്റെ തലയൊന്ന് ചീകിത്തരണം. തങ്ങൾ ആ മടിയിലേക്ക് തലങ്ങനെ വെച്ച് ചെരിഞ്ഞിങ്ങനെ കടന്നു കൊടുത്തു. പള്ളിയിലേക്കാണ് ബാക്കി ഭാഗങ്ങളൊക്കെ. ആയിഷ റളിയല്ലാഹു അൻഹ ചീർപ്പെടുത്ത് ഇങ്ങനെ വാർന്നു കൊടുത്തു. കണ്ടാ, ഒരുമിച്ചാണ് അവിടെ കഴിയുന്നത്. അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ, ഹൈലുകാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരേ വിരിപ്പിൽ കിടക്കുന്നു. ശാരീരിക ബന്ധങ്ങൾക്ക് തടസ്സമുണ്ട്. അത് ഇനി ശുദ്ധീകരണം വരുത്തിയ ശേഷമാണെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് രണ്ടുപേരും 2 കട്ടിൽ കിടക്കണോ വേണ്ട? അങ്ങനൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും കൂടെ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സ് വേദനിക്കും. സഹോദരന്മാരെ, നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് ഇസ്ലാമിന് എതിരായ ഒരു കാര്യം നമ്മളെ ഭാര്യയോട് നമ്മൾ പറഞ്ഞു എന്ന് കൂട്ടിക്കോളൂ. ഇസ്ലാമിനെതിരായ കാര്യം ഭാര്യ പറഞ്ഞാല് ഭർത്താവും, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും അനുസരിക്കേണ്ടതില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുസരിക്കാം. അതിന് ഭാര്യയോട് ദേഷ്യം പിടിച്ച് പറഞ്ഞ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് ഭർത്താവ് വേറെ പോയി കിടന്നാൽ ഭാര്യക്കൊന്നും വരാനില്ല. നമ്മൾ പഠിച്ചു വെച്ചൊരു ഹദീസ് ഉണ്ട്. എന്താ? നമ്മൾ വിളിക്കുന്ന കാര്യത്തിലേക്ക് അവര് വരാത്തത് കൊണ്ട് സുബി വരെ അവർ ആക്ഷേപിക്കാണ് മലക്കുകള്. അതെന്താ? നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യങ്ങൾ നിറവേറ്റി തരാൻ അല്ലാഹു തആല നിരോധിച്ചൊരു കാര്യം ചെയ്യാനാണോ? അതിന് പറ്റൂല, അതിനൊരിക്കലും പറ്റൂല. അതിന് വഴിപ്പെട്ട് കൊടുക്കേണ്ടതില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, മെൻസസുകാരിയായ ആ പെണ്ണിനെ ഭർത്താവ് ബന്ധപ്പെടുന്നത് വൻകുറ്റമാണ്, കബീറത്താണ്. തൗബല്ലാതെ അല്ലാഹു പൊറുക്കൂല. ഈ ഒരു വൻകുറ്റം ചെയ്യാനാണ് ഭർത്താവ് ഭാര്യയെ ക്ഷണിക്കുന്നതെങ്കിൽ ഭാര്യ പറഞ്ഞു പറ്റൂല. ഭർത്താവ് പറഞ്ഞു പറ്റൂലെങ്കിൽ എന്റെ കൂടെ കിടക്കാൻ ഞാനില്ല. 30 വേറെ സ്ഥലത്ത് പോയി കിടന്നു. അതുകൊണ്ട് ഭാര്യക്കൊന്നും വരാനൊന്നുമില്ല, ഭാര്യക്കൊന്നും വരാനൊന്നുമില്ല. ഒരാക്ഷേപം വരില്ല, ഒന്നും വരില്ല. കാരണം അത് ശറഅ് നിരോധിച്ച കാര്യമാണ്, അല്ലാഹു തആല വിലക്കിയ കാര്യമാണ്. അതിന് ഭാര്യയെ നിർബന്ധിച്ചിട്ട് ഭാര്യ അനുസരിക്കാത്തതുകൊണ്ട് ഭാര്യക്കൊന്നും വരാനില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. തട്ടമിടുന്ന മക്കനയിടുന്ന പെണ്ണ് ഷാൾ അണിഞ്ഞ് വരാത്തത് കൊണ്ട് ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ ഭാര്യക്കൊന്നും സംഭവിക്കാനില്ല. അനുസരിക്കണമോ? അനുസരിക്കേണ്ടതില്ല. അനുസരിക്കണമെന്ന് പറഞ്ഞത് അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങളിൽ മാത്രമാണ്. അല്ലാഹു വിലക്കിയ ഒരൊറ്റ കാര്യത്തിൽ ഒരാളെയും അനുസരിക്കേണ്ടതില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി.
സൃഷ്ടാവായ റബ്ബിനെ എതിര് ചെയ്യുന്നതിൽ ഒരു മഖ്ലൂക്കിനോടും അനുസരിക്കേണ്ടതില്ല. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ സമമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ വന്ന് ഒരു ഉമ്മ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇതിന്റെ മോളാണ്. എന്താ മോൾക്ക് വിഷയം? നല്ലിപ്പടുത്ത് കല്യാണം കഴിഞ്ഞ മോളാണ്. ഈ മോൾക്ക് മുടി കുറവാണ് എന്നതുകൊണ്ട് ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് പോയതാണ്. കുറച്ച് മുടി ഞാനങ്ങ് വെച്ചു കൊടുത്താലോ? മുടി വളരാനുള്ള മരുന്ന് ഉപയോഗിക്കാം, മരുന്ന് കഴിക്കാം, എണ്ണ തേക്കാം, മരുന്ന് തേക്കാം. മുടി ഫിറ്റ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. മുടി ഫിറ്റ് ചെയ്യുന്നത് വൻകുറ്റമാണ്. ഇസ്ലാം വിലക്കിയതാണ്. മുടി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് കഴിക്കാനുണ്ടോ? കഴിച്ചോളൂ. മരുന്ന് തേക്കാനുണ്ടോ? തേച്ചോളൂ. അത് അനുവദനീയമാണ്. ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല. വേറെ ഒരു മുടി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സ്വഭാവമില്ലേ? അത് പറ്റൂല. അത് അല്ലാഹു തആല വിലക്കിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയ വിഷയമാണ്. ഈ പെണ്ണിന് എന്റെ മോൾക്ക് മുടി വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഏൽപ്പിച്ചു പോയതാണ്. ഞാൻ എന്തു ചെയ്യണം നബിയെ? കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞു, ലാ, പറ്റൂല. ഇന്നഹു ഖദ് ലുഇനൽ മുസിലാത്ത്, വെപ്പ് മുടി വെക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കൊണ്ട് പറ്റൂല. ഭർത്താവിനോട് പറയണം, ഈ വിഷയത്തിൽ അനുസരിക്കാൻ കഴിയൂല. അതിന് കുറ്റക്കേടും തൊട്ടൊന്നുമില്ല. അതിനൊരു വിഷമം ഉണ്ടാകൂല. ദുന്യാവിലുണ്ടാവൂല, ആഖിറത്തിലുണ്ടാകൂല. അല്ലാഹ് പഠിപ്പിച്ച വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയത്തിൽ, ദീന് പഠിപ്പിച്ചതിൽ അതിനെ അനുസരിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഒരു സംഗതിക്കും അനുസരിക്കേണ്ടതില്ല. അങ്ങനെ അനുസരണത്തോടുകൂടെയുള്ള ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാകുന്നത്. നമ്മളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല സ്നേഹം വർദ്ധിപ്പിക്കുമാറാകട്ടെ. കണ്ടറിഞ്ഞ് സ്നേഹിക്കാനും ദീൻ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. നിസ്കരിക്കാത്ത ഭാര്യയോട് സ്നേഹം കുറവാകണം, നിസ്കരിക്കണം. അവര് നിസ്കരിക്കാത്ത ഭർത്താവിനോട് സ്നേഹം കുറവാകണം, നിസ്കരിക്കാൻ വേണ്ടി. സ്വാധീനിക്കാനുള്ള കഴിവില്ലേ? കഴിവുണ്ട്. രണ്ടുപേർക്കും സ്വാധീനത്തിന്റെ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് നന്മക്ക് വേണ്ടിയാകണം. ഭാര്യയെ സ്വാധീനിക്കാനുള്ള കഴിവ് ഭർത്താവിനും, ഭർത്താവിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ഭാര്യക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് നന്മക്ക് വേണ്ടി ഉപകാരപ്പെടുത്തണം, പ്രചോദനപ്പെടുത്തണം, നന്മക്ക് വേണ്ടി. അവിടെയാണ് കുടുംബജീവിതം വിജയിക്കുന്നത്. മൂപ്പരെങ്ങനായാലും കുഴപ്പമില്ല, മുപ്പത്തിയേരെങ്ങനായാലും കുഴപ്പമില്ല, എന്റെ മുറാദൊക്കെ ഹാസിലായാൽ മതി, അത് പറ്റൂല. അതുപോരാ. എന്റെ ഇംഗിതങ്ങളൊക്കെ നടന്നാൽ മതി, അതുപോരാ. ദീനനുസരിച്ചുള്ള നല്ലൊരു ജീവിതം നടക്കണം. അതിനുവേണ്ടി ദീനുള്ള ആളുകളെ സെറ്റപ്പാക്കി കൊടുക്കണം. ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, കല്യാണം കഴിക്കുന്നിടത്തും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. ദീനും സ്വഭാവവുമാണ് പ്രധാനമായും നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളുകൾ വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം, അത് ചേർത്തി കൊടുക്കണം. വഇല്ലാ തഫ്അലൂഹു തകും ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. അങ്ങനെ നിർവഹിക്കാത്ത പക്ഷം ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദും ഉണ്ടാകും. എന്തു നോക്കിയില്ല? ദീന് നോക്കിയില്ല, സ്വഭാവം നോക്കിയില്ല. അതുകൊണ്ട് വലിയ ഫിത്നയും ഫസാദും ഉണ്ടാകും. ദീനില്ലാത്തവരോടൊപ്പം ചേർത്തി കൊടുത്താലുള്ള ദീനും പോകും, ദീനില്ലാത്തവരോടൊപ്പം ചേർത്തി കൊടുത്താലുള്ള ദീനും പോകും. അതുകൊണ്ടല്ലേ ഫിഖ്ഹിലൊക്കെ പഠിപ്പിച്ചത്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിച്ചു, സുന്നിയത്തായ ഒരു പെണ്ണിനും ബിദ്അത്തുകാരൻ കുഫൂക്കൂല. എന്താ കാരണം? ഉള്ള സുന്നിയത്താണ് പോകും, ദീനാണ് പോയി പോകും. തിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ചില വാപ്പാര് പറയും ഇങ്ങോട്ട് കൊണ്ടുവരാണ്, അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴെന്ന് അവിടെ മെഷീനിലിട്ട് നേരാക്കണ്ടാവും. വിദേഹത്തുകാരിയായ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമുള്ള സ്ഥാതെ അത് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ നോക്കോണ്ടി നേരെ തിരിഞ്ഞു വരും, പള്ളിയിലേക്ക് വരും, മൗലൂദ് ഓതും. മുപ്പരല്ല സുന്നിയാണ്, മൗലൂദ് ഓതും. പക്ഷെ ചീരിണി പൊരെ കൊണ്ടാൻ പറ്റൂല. അതുകൊണ്ട് തൽക്കാലം അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും. അല്ല പൊരക്കാർക്ക് പൊരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറച്ച് എല്ലാവരും വർക്കത്തിനുണ്ടോ? ഇതങ്ങോട്ട് കൊണ്ടുവന്ന ചുരുട്ടിയൊരേറെക്കാർ അപ്പുറത്തേക്ക് ഏറെറിയും. കാരണം ആ വിദേഹത്തിന്റെ ചുവ മാറ്റാൻ കഴിയൂല. അത് തിരുത്തി റെഡിയായ ശേഷമാണ് ഈ കല്യാണം എങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകൂല. ചിലരങ്ങനെ പറയും ഇങ്ങോട്ട് കൊണ്ടുവരാണോണ്ട് പ്രശ്നമില്ല, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേ പ്രശ്നമുള്ളൂ. രണ്ട് മേഖലയും പ്രശ്നം തന്നെയാണ്, രണ്ട് ഭാഗവും പ്രശ്നം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടത്. ദീനും ഖുലുഖുള്ളവരെ ചേർത്ത് കൊടുക്കണം.
അതുകൊണ്ട് വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, താവഴികളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മരുമകളെ വേർപിരിക്കാൻ പറഞ്ഞത് സൗന്ദര്യമില്ലാത്തോണ്ടല്ല, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാ. ഭാഷ അറിയാത്തോണ്ട് നല്ല ഭാഷ അറിയും. ജീവിക്കാൻ രാവിലെ വൈകുന്നേരമൊക്കെ ജീവിക്കാൻ അറിയില്ല, ജീവിക്കാനും അറിയും. പക്ഷെ ഹുലുക്കില്ല, സ്വഭാവമല്ല, സൽസ്വഭാവമല്ല. സൽസ്വഭാവമല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കേടാണ്. ആണിനും കേടാ, പെണ്ണിനും കേടാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ മർമ്മമായി പഠിപ്പിച്ചൊരു വിഷയമാണത്. നല്ല പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കണം. പുരുഷന്മാര് സ്ത്രീകളോടും, സ്ത്രീകൾ പുരുഷന്മാരോടും നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. എപ്പോഴെങ്കിലും ഒന്ന് തങ്ങൾ സലാം പറയാതെ വീട്ടിലേക്ക് വന്നാൽ അത് അത്രയും വിഷമമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ സംഭവങ്ങൾ ഒന്നോ രണ്ടോ മാത്രമേ ഹദീസിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എത്രയാണ് ആ സ്നേഹവും ആ ദീനും. വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ സലാം പറയുമ്പോൾ വല്ലാത്തൊരു സ്നേഹത്തിന്റെ കണക്ഷനാണ്, വല്ലാത്തൊരു ബന്ധമാണ്. അതിനെപ്പോഴെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അവർ അന്വേഷിക്കും എന്തേ മാറ്റത്തിന് കാരണം. ആ കാരണം പറയുമ്പോൾ അത് തിരുത്തുകയും ചെയ്യും. അതുകൊണ്ട് നല്ല സ്വഭാവത്തോടെ പെരുമാറണം. ജനങ്ങൾക്കിടയിൽ നല്ല സ്വഭാവം കാണിക്കും പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി കുടുംബത്തോടും നല്ല സ്വഭാവം കാണിക്കണം. നല്ല ശിക്ഷണത്തോടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലവരുമായി ബന്ധപ്പെട്ടവരെ ചേർത്തി കൊടുക്കണം. അതിൽ വലിയ ബറക്കത്തുണ്ടാകും, അതിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒക്കെ നമ്മെ പഠിപ്പിച്ചത്. ആ വഴിയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.